സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിനായ ഹൃദയപൂർവ്വത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിയമസഭാ അങ്കണത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ലോക ഹൃദയ ദിനത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മൾ തുടക്കമിടുകയാണ്. നമ്മുടെ ഇടയിൽ, നമ്മുടെ കൺമുന്നിൽ പലപ്പോഴും ഹൃദയാഘാതം മൂലം നമ്മുടെ പ്രിയപ്പെട്ടവർ വീണ് മരിക്കുന്നത്, അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിലും ഈ അടുത്തിടെ ഇവിടെയുള്ള ഒരു സ്റ്റാഫിനും സമാനമായ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ കാണുകയുണ്ടായി. വാസ്തവത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹൃദയമിടിപ്പ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സാധാരണക്കാരായിട്ടുള്ള, പ്രൊഫഷണലുകളല്ലാത്ത സാധാരണക്കാരായ നമുക്ക് സാധ്യമാണ്. വാസ്തവത്തിൽ ഈ ലോക ഹൃദയ ദിനത്തിൽ ഇതിൻ്റെ അനിവാര്യത കണ്ടുകൊണ്ടാണ് ഈ ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലിനു വേണ്ടി സംസ്ഥാന സർക്കാർ, സംസ്ഥാന ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടുള്ളത്. CPR മൂലം, CPR നൽകുന്നതിലൂടെ ആ ഹൃദയമിടിപ്പ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. കഴിഞ്ഞ ഒരു വർഷം ആരോഗ്യവകുപ്പ് ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. ഈ ഹൃദയദിനം മുതൽ സംസ്ഥാനത്ത് ഉടനീളം ആളുകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം നടത്തുകയാണ്. സംസ്ഥാന സർക്കാരിനൊപ്പം ആരോഗ്യ വകുപ്പിനൊപ്പം IMAയും ഇതിൻ്റെ ഭാഗമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നമ്മളെപ്പോലെയുള്ളവർ, അതുകൂടാതെ ആംബുലൻസ് ഡ്രൈവേഴ്സ്, പോലീസ് സേനാംഗങ്ങൾ, ഫയർഫോഴ്സ് അംഗങ്ങൾ, യൂത്ത് ബ്രിഗേഡ്, ആശമാർ, അങ്കണവാടി പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നുവേണ്ട സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് CPR പരിശീലനം നൽകുക എന്നുള്ളത്. ഇതെവിടെ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഈ CPR പരിശീലനം കൂടി ഉൾപ്പെടുത്തി അത് കുഞ്ഞുങ്ങൾക്കും, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിൻ്റെ പരിശീലനം നൽകണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ലോക ഹൃദയ ദിനത്തിൽ കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ഇന്ന് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം 29-ാം തീയതി സംസ്ഥാനത്ത് 200-ലധികം കേന്ദ്രങ്ങളിലാണ് പരിശീലനം നമ്മൾ നടത്തുന്നത്. ഇത് ഒരു ദിവസത്തെ ഒരു എക്സസൈസ് അല്ല, ഇതൊരു തുടക്കമാണ്, ജനകീയ പരിശീലനത്തിൻ്റെ തുടക്കമാണ്. ഇത് തുടർച്ചയായിട്ട് നടക്കും. അതുകൂടാതെ എല്ലാ മെഡിക്കൽ കോളേജിലും മാസത്തിൽ 1 തവണയോ 2 തവണയോ കമ്മ്യൂണിറ്റി ട്രെയിനിങ് നടക്കും. നമുക്ക് ആളുകൾക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് ഇത് പരിശീലനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ടാകും. ബഹുമാന്യനായിട്ടുള്ള സ്പീക്കറോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം നമുക്ക് എല്ലാവിധമായിട്ടുള്ള നേതൃത്വം നൽകി ഈ സൗകര്യങ്ങൾ ഉറപ്പാക്കി. അത് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള മറ്റ് എല്ലാവരെയും സംഘടിപ്പിക്കുന്നതിലുമൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ പങ്കാളിത്തമുണ്ട്. ഈ അവസരത്തിൽ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം കൂടി അലങ്കരിക്കുന്ന ആദരണീയനായിട്ടുള്ള കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ, അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദരണീയനായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം കൂടി ഈ വേദിയിൽ ഇവിടേക്ക് വരും. അപ്പോൾ ഇതൊരു വലിയ പ്രാധാന്യമുള്ള പരിപാടി ആയതുകൊണ്ടാണ് അദ്ദേഹം ഇതിലെ വന്ന് പങ്കെടുത്ത് പോകാം എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട CMൻ്റെ കൂടി നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഈ പരിപാടിയിലേക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്.
നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള മിനിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. ആദരണീയനായിട്ടുള്ള ശ്രീ കെ രാജൻ മിനിസ്റ്ററെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദരണീയനായിട്ടുള്ള കൃഷ്ണൻകുട്ടി മിനിസ്റ്ററെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ മിനിസ്റ്ററെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായിട്ടുള്ള ജില്ലയിലെ മിനിസ്റ്റർ കൂടിയായ ആദരണീയനായ ശ്രീ GR അനിൽ മിനിസ്റ്ററെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ IMAയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ, അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. IMAയുടെ ഈ സഹകരണത്തിന് എല്ലാവിധമായിട്ടുള്ള സഹകരണങ്ങളും IMA നൽകുന്നതിൽ നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS ആണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. DME DHS ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ നിയമസഭാ സെക്രട്ടറി ഇവിടെയുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആദരണീയരായിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നിയമസഭാ സാമാജികരായിട്ടുള്ള മുതിർന്ന MLAമാരുൾപ്പെടെ മുൻ മന്ത്രിമാരുൾപ്പെടെ ഇവിടെ സന്നിഹിതരാണ്. എല്ലാവരെയും വളരെ വളരെ ആദരവോടെ വിനയത്തോടെ പേരെടുത്ത് പറഞ്ഞായിട്ട് കണക്കാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും വളരെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ IMAയുടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും നമുക്കൊരു പ്രതിജ്ഞ ഈ ദിവസം എടുക്കാം. എനിക്ക് എനിക്ക് CPR നൽകാനായിട്ട് അറിയും. എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് ഞാൻ പ്രാപ്തനാണ് എന്നുള്ള ആത്മവിശ്വാസവും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം ഈ ലോക ഹൃദയ ദിനം ആചരിക്കാം. പരിശീലനം എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നല്ല ദിനവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പം ഒരല്പം റിപ്പൻറ്റൻസ്, മറ്റൊന്നുമല്ല. IMAയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സുൽഫീനോഹും അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ കാർഡിയോളജിസ്റ്റുമായ ജോ ജോസഫ് ഇത്തരമൊരു മാസീവ് ക്യാമ്പയിൻ ലെജിസ്ലേച്ചർ ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് ഞങ്ങളോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്കത് ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ നമുക്കെല്ലാം ഈ CPR പ്രോസസ്സ് അറിയുമായിരുന്നെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ജുനൈസ് അന്നിവിടെ മരിക്കില്ലായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് ജുനൈസ് മരിച്ചത്. എത്രയോ കാലം നമ്മുടെ കൂടെ ജീവിക്കേണ്ട, നാടിന് അനിവാര്യമായി പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ അകാലത്തിൽ നമ്മൾ വിട്ടുപിരിയുകയായിരുന്നു. ആദ്യം ചിലർ പറഞ്ഞു അത് ഫിക്സാണ്, പിന്നെ പറഞ്ഞു അത് സ്റ്റെപ്പാണ് ഡാൻസിൻ്റെ. പക്ഷെ യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ ജീവന് വേണ്ടിയുള്ള വെമ്പലായിരുന്നു. ഇത്തരമൊരു മാസീവ് ക്യാമ്പയിൻ കേരളത്തിലെമ്പാടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് IMAയുടെ ജോയിൻറ്റ് വെഞ്ചറായി ഇനീഷ്യേറ്റ് ചെയ്യുന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. കാരണം എല്ലാവരും അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് സാധാരണ ഉണ്ടായ ഒരു കാഴ്ചപ്പാട് ഹാർട്ട് അറ്റാക്കൊക്കെ വരിക അതൊരു 50-60 മോൾപോട്ടെന്നാണ്. എന്നാൽ ഇപ്പം 30-35 എന്തെങ്കിലും തരത്തിൽ ഹിസ്റ്ററിയുള്ള ആൾക്കല്ല. ഹിസ്റ്ററിയുള്ള ആൾക്കെങ്കിൽ ശരിയാണ്, അത് അദ്ദേഹത്തിന് ഹിസ്റ്ററി ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജെനറ്റിക്കായി അദ്ദേഹത്തിൻ്റെ ഫാദറിനുണ്ട്, അല്ലെങ്കിൽ മദറിനുണ്ട്, അല്ലെങ്കിൽ അങ്കിൾസ്, അങ്ങനെയൊന്നും അല്ലല്ലോ. ഒരു പ്രോബ്ലവും ഇല്ലാത്ത വളരെ ഹെൽത്ത് ഓറിയൻറ്റഡ് നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള പലരും സഡൻ കൊളാപ്സ് ആവുന്നു, പെട്ടെന്ന് മരിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു ഘട്ടത്തിൽ ഒരു പ്രിലിമിനറി കെയർ, ഇത് CPR കൊണ്ട് ആകെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്നു. പിന്നീട് മറ്റ് മെഡിക്കൽ കെയർ വരുമ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഏതാണ്ട് കുറേ ആളുകൾ ഈ ഒരു ക്യാമ്പയിനിൽ ഇത് പഠിക്കാൻ തയ്യാറായി എന്നുള്ളത് മാതൃകാപരമാണ്. നമ്മൾ ഓരോരുത്തരും അറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു പ്രിലിമിനറി കെയറാണ്. പ്രാഥമികമായി എങ്ങനെ ഒരാളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും, ആ നിലയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് നാം നേതൃത്വം കൊടുക്കുന്നത്. CPRന് മുൻകൈയെടുത്ത ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെ ടീമിനെ, IMA എല്ലാം അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ആദ്യമായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കാർഡിയോവാസ്കുലർ ഡിസീസ് ഇന്ന് ലോകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൃദയപൂർവം എന്ന ഹൃദയ ദിനത്തിനോടനുബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ചങ്കാവുക ചങ്കിടുപ്പേവുക എന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ലോഗൻ അവതരിപ്പിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ക്യാമ്പയിന്, ഒരു ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഹൃദയാഘാതവും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളും
വളരെ വിപുലമായ വിധത്തിൽ അറിയപ്പെടുകയും അതിൻ്റെ എണ്ണം പെരുകുകയും ചെയ്യുന്ന സാഹചര്യം, ജീവിതശൈലി രോഗങ്ങളുടെ തുടർച്ചയും ജീവിതശൈലിയുടെ സ്വഭാവവും ഒക്കെ വെച്ചുകൊണ്ട് ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഹൃദയ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പേടിക്കുന്ന ഒരു ഘട്ടം. നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ. നിയമസഭയിലുണ്ടായ ജുനൈദിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ സംസാരിച്ചു. റവന്യൂ അസംബ്ലി നടക്കുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ നടന്നാണ് പ്രിയപ്പെട്ട വാഴൂർ സോമൻ ഈ അടുത്ത സമയത്ത് മരണത്തിലേക്ക് നടന്നുപോയത്. ഇങ്ങനെ ഒട്ടേറെ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നിരവധി പേർ നമ്മുടെ മുമ്പിലൂടെ നടന്ന് മരണത്തിൻ്റെ വാതായനത്തിലേക്ക് പോകുന്ന ദുഃഖകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള ഒരു ഘട്ടത്തിൽ പരമാവധി വിപുലവും ജനകീയവുമായിട്ടുള്ള പ്രതിരോധത്തിന് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകുന്ന ഈ പരിപാടിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഹാർട്ടിനെ കുറിച്ച് കുറച്ചുകൂടി വിഷമം അനുഭവിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് 8 ബ്ലോക്ക് ഉണ്ട് കേട്ടോ. 6 സ്റ്റഡ് ഇട്ടിട്ടുണ്ട്, 2 ഇടാൻ പറ്റാത്തതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ വിഷമം എന്നുള്ളതിനെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. അതിൽ നീട്ടുന്നില്ല. അത് വരാതെ കഴിക്കാനുള്ള പ്രത്യേകിച്ച് ഭക്ഷണക്രമങ്ങളും വ്യായാമവും ഒക്കെയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. ഇപ്പോഴും ഞാൻ അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അതൊരു അനുഭവമാണ്. അത് വരാതെ കഴിക്കാൻ ഭക്ഷണത്തിൽ തന്നെ തുടങ്ങണം. അത് ചെറുപ്പത്തിൽ ഒരു 17 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്ന ശേഷം നമ്മളതിൽ എത്ര ചികിത്സിച്ചാലും എത്ര ബുദ്ധിമുട്ടിയാലും അത് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നേർന്നു. ഇതുപോലുള്ള സംഭവങ്ങളിൽ മരണമുണ്ടായിട്ടുണ്ട്. റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ അവസാനത്തെ ആൾ വാഴൂർ സോമനാണ്. ആദ്യത്തെ ആൾ KT ജോർജ് എന്ന് പറയുന്ന പഴയൊരു ധനമന്ത്രിയാണ്. അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള നിയമസഭയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. അത്തരമൊരു പരിപാടിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇനി നമുക്കാർക്കും ആ ഒരു ദുർഗതി ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര ശുശ്രൂഷ നൽകാൻ വളണ്ടിയർമാരെയും ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥന്മാരെയും പ്രാപ്തരാക്കുന്ന വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളതും ദീർഘവീക്ഷണത്തോടു കൂടിയ ഒരു പരിപാടിയാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. ഹൃദയ സംബന്ധമായ രോഗം മൂലമുണ്ടാകാവുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 21-ാം തീയതിയാണ് എൻ്റെ സഹോദരൻ ഹൃദയ സംബന്ധമായ രോഗം കാരണം മരണമടഞ്ഞത്. ലോകതലത്തിൽ തന്നെ അതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്ന ഈ വർത്തമാനകാലത്ത് നമ്മുടെ ഇത്തരമൊരു യോഗത്തിൽ ചേർത്തുകൊണ്ട് ഇതിൻ്റെ വിവിധ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കരുത്തും ശക്തിയും നൽകും എന്നൊരു വസ്തുതയാണ്. അതിന് സാധ്യമാകത്തക്ക നിലയിലുള്ള പ്രവർത്തനം നടത്തുന്ന ആരോഗ്യ മേഖലയിലെ ഇന്ത്യയിൽ തന്നെ മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആരോഗ്യവകുപ്പിൻ്റെയും IMAയുടെയും മുൻകൈയിൽ CPR പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഏറ്റവും മാതൃകാപരമായ ഒന്നാണ് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് വിശേഷിച്ചും ഹൃദയ സംബന്ധമായ അസുഖം വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു പരിശീലന പരിപാടി അനിവാര്യമായ ഒന്നാണ് എന്നുള്ളതാണ് സത്യം. ഇന്ന് ഹൃദയപൂർവ്വം എന്ന ഈ പദ്ധതി തയ്യാറാക്കിയ ആരോഗ്യമന്ത്രിയെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തോളമായി കേരളത്തിലുടനീളം ഗ്രാമാന്തരങ്ങളിലടക്കം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 42,000-ഓളം മെമ്പേഴ്സുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPR കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും അവർക്ക് ജീവൻ്റെ തരി ഉള്ളിലുണ്ടെങ്കിൽ അതിന് പുനരുജ്ജീവിപ്പിക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതി വളരെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ വർഷം മുഴുവൻ അതിനോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ
കോളേജുകളിലും സ്കൂളുകളിലും ഗ്രാമങ്ങളിലും ആശാ വർക്കേഴ്സിൻ്റെ ഇടയിലും എല്ലാം അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഹൃദയപൂർവ്വം ചങ്കിടിപ്പേകാം എന്നുള്ള ഈ ഒരു ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരണീയനായിട്ടുള്ള കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, ഹൃദയസ്തംഭനം മൂലം പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അത് കുറക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ഹൃദയപൂർവ്വം പദ്ധതി എന്ന പരിശീലനം, അതാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇത് ഹൃദയസ്തംഭനമുണ്ടായ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ പെട്ടെന്ന് തന്നെ നൽകുന്നതിനിടയാക്കും. ഈ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് ഉപയോഗിച്ചു വരുന്ന ഒരു മാർഗമാണ് CPR, കാർഡിയോ പൾമിനറി റെസിറ്റേഷൻ. ഇത് ഈ പരിശീലനം നൽകുന്നതിന് പൊതുസമൂഹത്തെ ആകെ പ്രാപ്തമാക്കുക, ഇതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മുടെ നാട്ടിലെ ഹൃദ്രോഗ നിരക്കിൽ വലിയ വർധനവുണ്ടാകുന്നുവെന്നത് എല്ലാവരിലും ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗനിവാരണത്തിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ രോഗ ശുശ്രൂഷയെക്കുറിച്ചും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ പത്രങ്ങളിൽ പലപ്പോഴും വായിക്കാറുണ്ട് കുഴഞ്ഞു വീണുള്ള മരണങ്ങളെക്കുറിച്ച്. അവരിൽ ചിലരെങ്കിലും കൃത്യസമയത്ത് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ കിട്ടിയിരുന്നെങ്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു. അത് ലഭിക്കാതെ പോയതാകട്ടെ മതിയായ പരിശീലനം ലഭിച്ച ആരെങ്കിലും സമീപത്ത് ഇല്ലാതിരുന്നതുകൊണ്ടാകാം. അത്തരമൊരു ദുരവസ്ഥ ഇനി ഉണ്ടായിക്കൂടാ. അതുകൂടി ലക്ഷ്യം വെച്ചാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. നമ്മുടെ യുവജനങ്ങളെയും മുൻനിര തൊഴിൽ വിഭാഗങ്ങളെയും പ്രഥമ ശുശ്രൂഷ നൽകാൻ പ്രാപ്തരാക്കുക, ഹൃദയസ്തംഭനത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള അവബോധം സൃഷ്ടിക്കുക, ഇതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 100 സ്ഥലങ്ങളിലാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിർത്തുകയല്ല, തുറന്ന് സ്കൂളുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെ ലോകത്തിനാകെ മാതൃകയായ സംസ്ഥാനമാണ്. അത്തരം മാതൃകകളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒന്നാകും ഈ പദ്ധതി. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.
കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ വിനയ് ഗോയൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN സംഷീർ സാർ അവർകളെ ഞാൻ ഹാർദപൂർവ്വം നന്ദി പറഞ്ഞു. അടുത്ത ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ അവർകളെ ഞാൻ ഹാർദപൂർവ്വം നന്ദി പറഞ്ഞു. ശ്രീമതി വീണ ജോർജ് മാഡമിനെ ഞാൻ ഹാർദപൂർവ്വം നന്ദി പറഞ്ഞു. ഞാൻ എല്ലാ ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സ്, ഞാൻ എല്ലാ ബഹുമാനപ്പെട്ട MLAs-നെ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. IMA സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ KA ശ്രീവിലാസൻ, നിയമസഭാ സെക്രട്ടറി, all the office bearers of IMA, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് DHS, DMA, NHMD-നെ എല്ലാ ഉദ്യോഗസ്ഥരെ I thank all of you and we wish great success to this program. Thank you. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണ് ഇന്ന് ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, CPR ട്രെയിനിങ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സത്യം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതാണ്. ഈ അടുത്തിടെ നിങ്ങൾക്കറിയാം, ഒരു മരണമുണ്ടായി ഈ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ വെച്ച് തന്നെ. അതിന് ശേഷമാണ് മന്ത്രി ഇത് കൂടുതൽ സ്പീഡപ്പ് ചെയ്യുകയും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ CPR എന്തിനാണ് ചെയ്യുന്നത്? ഹൃദയസ്തംഭനം വരുമ്പോഴാണ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് CPR. പെട്ടെന്ന് ഒരു രോഗി കുഴഞ്ഞ് വീഴുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് പോസിബിലിറ്റീസ്, കാരണങ്ങൾ. 1 സിങ്കോപ്പ്, സാധാരണ കുഴഞ്ഞ വീഴൽ. 2 ഹൃദയസ്തംഭനം. 3 സ്ട്രോക്ക്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? വളരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സാധാരണ ഒരു കുഴഞ്ഞു വീഴൽ, സിങ്കോപ്പ് വരികയാണെങ്കിൽ ഉടനെ തന്നെ പേഷ്യൻറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ റിക്കവർ ചെയ്യും, പെട്ടെന്ന് അങ്ങ് റിക്കവർ ചെയ്യും. പേഷ്യൻറ്റ് തട്ടി വിളിച്ചാൽ മതി, നമ്മൾ നേരത്തെ കണ്ടു. പെട്ടെന്ന് തട്ടി വിളിച്ചാൽ സാധാരണഗതിയിൽ പേഷ്യൻ്റ് റിക്കവർ ചെയ്ത് നമുക്ക് റെസ്പോൺസ് കിട്ടും. സ്ട്രോക്ക് ആണെങ്കിൽ പേഷ്യൻ്റെ പൾസ് പിടിച്ചു നോക്കിയാൽ പൾസ് കാണും. ഹൃദയസ്തംഭനമാണെങ്കിൽ നമ്മൾ പൾസ് നോക്കിക്കഴിഞ്ഞാൽ പൾസ് കാണത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്കാണ് CPR സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ CPR ഒരു ചികിത്സയല്ല. ചികിത്സ ലഭിക്കുന്ന സമയം വരെ നമ്മളെ അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തും നമ്മൾ CPR ചെയ്ത് ഈ രോഗിയുടെ അവയവങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യുക, ജീവൻ നിലനിൽക്കുക നമ്മൾ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാമാണ് പറയാനുള്ളത്. ഇന്ന് ഇവിടെ ബാക്കിയുള്ള ഡെമോൺസ്ട്രേഷൻസ് ഇവിടെ ചെയ്യുന്നതാണ്. IMA ഇതിൻ്റെ അകത്ത് വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട്. IMAയോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ തുടക്കം കുറിക്കുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ? ഹൃദയപൂർവ്വം എന്നുള്ള പ്രോജക്റ്റ് ഗവൺമെൻറ് നമ്മൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ ചേർന്ന് ഇനിയൊരു ഹൃദയമിടിപ്പ് നിൽക്കാതിരിക്കട്ടെ, ഡോണ്ട് മിസ് ദ ഹാർട്ട് ബീറ്റ്. അതാണ് നമ്മൾ ഇന്നത്തെ ശരിക്കും പറയുന്നത് തീം കൂടെ. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കാം, പ്രായഭേദമന്യേ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പല സ്ഥലങ്ങളിൽ. പലപ്പോഴും പണ്ടൊരു നമ്മളൊരു വിചാരണ ഉണ്ടായിരുന്നു, ഏകദേശം 60, 70, 80 വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കാം. ഇപ്പം അങ്ങനെ ഒരു പ്രായമില്ല. കുഞ്ഞു കുട്ടികളിലൂടെ, ഈവൻ സ്കൂൾ കുട്ടികളിൽ വരെ ഇങ്ങനെ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഹൃദയമിടിപ്പിൻ്റെ താളം എപ്പോഴും ഏത് കാരണം കൊണ്ട്, അത് രോഗാവസ്ഥയാകാം, അത് ഹൃദയ സംബന്ധമായ പ്രശ്നം കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു അപകട മരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും, എന്താണെങ്കിലും അവസാന നിമിഷം സംഭവിക്കുന്നത് ഹൃദയമിടിപ്പ് നിലയ്ക്കുക എന്നതാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? കാരണം ഹൃദയം മാത്രമേ പ്രവർത്തനം നിലയ്ക്കുന്നുള്ളൂ. നമ്മൾ മുമ്പൊരു കാലം ഉണ്ടായിരുന്നു, ഹൃദയമിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ മരണം സ്ഥിരീകരിക്കുന്ന കാലം. ശരിക്കും ഹൃദയമിടിപ്പ് നിന്ന് കഴിഞ്ഞാൽ മരണമല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഹൃദയമിടിപ്പ് നിന്ന് കഴിഞ്ഞാലും നമ്മളെ മറ്റ് അവയവങ്ങളെല്ലാം പ്രവർത്തനം കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം എന്ന് നിലയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരീരം മരണം സ്ഥിരീകരിക്കണമെങ്കിൽ, നമ്മളൊരു വ്യക്തിയുടെ മരണം സ്ഥിരീകരിക്കണമെങ്കിൽ നമുക്ക് ഹൃദയമിടിപ്പല്ല ഇമ്പോർട്ടൻറ്റ്. അവിടെ നമ്മൾ പറയുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം നിലച്ചാൽ, എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെത്ത്. ഇപ്പം ബ്രെയിൻ ഡെത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വ്യക്തി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്രെയിൻ ഡെത്ത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബേസിക്കലി നമുക്ക് നമ്മളെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഓക്സിജൻ. അപ്പോൾ നമ്മൾ ഓക്സിജൻ കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തോട്ടം ഉണ്ടാവണം. കാരണം രക്തോട്ടം എപ്പോഴാണോ നിലയ്ക്കുന്നത് ആ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് അവയവങ്ങളെല്ലാം നശിച്ചു പോകും. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് തലച്ചോറ്. ഏകദേശം 3 തൊട്ട് 5 മിനിറ്റ് വരെ
ഓക്സിജൻ ലഭിച്ചില്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം തകരാറായി തുടങ്ങുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത തകരാറെത്തും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് തിരിച്ചു വന്നാൽ റിവേഴ്സിബിൾ ഡാമേജ്, 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ഡാമേജ്. അപ്പോൾ ഒരു ഹൃദയസ്തംഭനം സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ സംഭവിച്ച സംഭവം തന്നെ അറിയാം. പാവം ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് സംഭവിച്ചാൽ നമുക്ക് കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കാമെന്ന് ഒരിക്കലും ധരിക്കരുത്. കാരണം ഈ മിനിറ്റ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വ്യക്തിയെ തിരിച്ചു നമുക്ക് മരണം സ്ഥിരീകരിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ സമയം ദാറ്റ് ഈസ് ക്രൂഷ്യൽ. അപ്പോൾ നമ്മൾ എവിടെ ഇത് സംഭവിക്കുന്നു അവിടെ തുടങ്ങിയിരിക്കണം. ആ സ്പോട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് ഹൃദയസ്തംഭനമാണോ. അത് സ്തംഭനമാണെങ്കിൽ ഉടനെ ഹൃദയത്തെ പ്രവർത്തിപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ബ്രെയിനിലും മറ്റവയവങ്ങളിലോട്ടും രക്തോട്ടം എത്തുള്ളൂ. അപ്പോൾ അതിന് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ നിസ്സാരം. നമ്മളൊരു പനി വന്നാൽ ദേഹം തണുപ്പിക്കാൻ വെള്ളം തൊട്ട് തുടയ്ക്കണം, അതൊരു പ്രഥമ ശുശ്രൂഷ പനിക്ക്. അല്ലെങ്കിൽ ഒരു മൂക്കടപ്പ് വന്നാൽ നമ്മൾ മൂക്ക് ആവി പിടിക്കണമെന്നറിയാം. അതേപോലെ തന്നെ മനസ്സിലാക്കുക, ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ കാരണം ഇതിന് 1 സെക്കൻഡ് പോലും മാറ്റാൻ പറ്റാത്ത കാര്യം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട 3-4 കാര്യം നമ്മൾ എല്ലാ ലോകമെമ്പാടും പ്രാക്ടീസ് ചെയ്യുന്ന അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഗൈഡ് ലൈൻ ആണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. അപ്പോൾ അതിൽ 2-3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീണാൽ, അത് ഏത് പ്രായമായിക്കോട്ടെ, ഇപ്പോൾ ഞാൻ പറയുന്ന മുതിർന്ന ഒരു വ്യക്തിയുടെ കാര്യം, ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സീൻ സേഫ്റ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. സീൻ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലം സുരക്ഷിതമാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ, റോഡ് സൈഡ് പറഞ്ഞു. അതുപോലെ തന്നെ സപ്പോസ് ഇലക്ട്രിക് ഷോക്ക് വല്ലതും അടിച്ച് കിടക്കുക, നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ദി ലൈൻ, ദെൻ ഓൺലി ഹാവ് ടു ടച്ച് ദ പേഷ്യൻറ്റ്, അല്ലാതെ എടുത്തിയാടി തൊടാൻ പാടില്ല. അതുപോലെ ഫോർ എക്സാമ്പിൾ ഡ്രൗണിങ്, അത് ഏറ്റവും കോമൺ ആയിട്ട് എക്സാമ്പിളാണ്. നമ്മളെപ്പോഴും സ്ഥിരം പത്രത്തിൽ കാണും അല്ലേ, ഈ രക്ഷിക്കാൻ ഇറങ്ങിയ ആളും വെള്ളത്തിൽ മുങ്ങി മരിക്കുക. അപ്പം ഏതൊരു സിറ്റുവേഷൻ ആയിരുന്നാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബിഫോർ എൻറ്ററിങ് ദ സീൻ, നിങ്ങൾക്കിപ്പം നോളജ് ഉണ്ടെങ്കിലും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആ സിറ്റുവേഷൻ സേഫ് ആണോ ഇല്ലെന്ന് ഉറപ്പുവരിക. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീൻ സേഫ്റ്റി കാര്യം കഴിഞ്ഞു. സീൻ സേഫ്റ്റി പറഞ്ഞ് മനസ്സിലായല്ലോ, നമ്മൾ ആ സ്ഥലം ഉറപ്പിക്കണം നമുക്ക് സുരക്ഷിതമാണെന്നുള്ള രീതിയിൽ. പലപ്പോഴും എടുത്തുകാണുന്ന ഒരു അപകടത്തിൽപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും ഉണ്ടാറില്ല അല്ലേ. അപ്പോൾ നമ്മൾ നോളജ് ഒരു സൈഡിൽ വേണം, അതോടൊപ്പം നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ ആ സ്ഥലം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് സീൻ സേഫ്റ്റി, സീൻ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ സ്ഥലം സുരക്ഷിതമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട ആ വ്യക്തിക്ക് പ്രതികരണമുണ്ടോ എന്നുള്ള കാര്യം. ഇതെന്ന് ചെക്ക് ദ റെസ്പോൺസീവ്നെസ് ബൈ ടാപ്പ് ആൻഡ് ഷൗട്ട് അറ്റ് ദി ഷോൾഡർ എന്ന് പറയുന്നത്. പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തോളിൽ തട്ടി ഉച്ചത്തിൽ വിളിച്ച് നോക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ആ പഴയ അന്ന് കണ്ട വീഡിയോ നമുക്ക് കാണാം. നമ്മളൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളൂ, ശരി, ചിലപ്പോൾ നേരിൽ കണ്ട വ്യക്തികളാണ്. അപ്പോൾ ഒരാൾ കുഴഞ്ഞു വീഴുന്നു, നിങ്ങൾ ഡാൻസ് കളിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലേ, സഡനായിട്ട് എന്താ ചെയ്യേണ്ടിരുന്നത്? നമ്മൾ വിളിച്ചു നോക്കണം. പലപ്പോഴും എല്ലാവരും കൺഫ്യൂസ്ഡ് പിക്ചറിൽ നിൽക്കും അല്ലേ, അത് പാടില്ല. ഉടനെ തന്നെ ആ പ്രതികരണം നോക്കുക. 2 കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആ വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ ഇല്ലയോ. ഇപ്പോൾ തോളിൽ തൊട്ടി ഉച്ചത്തിൽ ചേട്ടാന്നോ ചേച്ചി നല്ല മാഡം ഓർ സർ നല്ല രീതിയിൽ തട്ടി വിളിച്ചു നോക്കി, സാർ ഇപ്പോൾ കാണിക്കുന്നുമല്ല, അപ്പോൾ അതുപോലെ നല്ല ഫോഴ്സിൽ വിളിച്ചു നോക്കുക. അപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ 2 കാര്യം, ചിലപ്പോൾ പ്രതികരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണൂർ നോക്കാം, ചിലപ്പോൾ ചെറിയ ശബ്ദം ഉണ്ടാക്കാം, ചെറിയ മൂളുന്ന പോലെയോ, അല്ലെങ്കിൽ കൈകാലം ചെറുതായിട്ട് അനക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. സോ എനി റെസ്പോൺസ് ഷോയിങ് ദാറ്റ് ദർ ഇസ് ലൈഫ്. ജീവന്റെ ലക്ഷണം കാണുന്ന എന്ത് പ്രതികരണം കണ്ടാലും നമ്മൾ മനസ്സിലാക്കുക ആ വ്യക്തി ഹൃദയസ്തംഭനം സംഭവിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ നമ്മൾ റെസ്പോൺസ് നോക്കുമ്പോൾ ഇങ്ങനത്തെ. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തി ഉടനെ CPR ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കാരണം ആൾക്ക് ഹൃദയസ്തംഭനമല്ല. അപ്പോൾ ഹൃദയം നിലച്ചാൽ മാത്രമേ നമുക്കവിടെ നെഞ്ചമർത്തിടണം. അപ്പോൾ അവിടെ വേറെ എന്തോ സാഹചര്യം കൊണ്ട് ചിലപ്പം വേറെ ക്ഷീണിത അവസ്ഥയിൽ കുഴഞ്ഞു വീഴുന്നു ഒത്തിരി പേരില്ലേ അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ജന്നി വന്ന് വീഴുന്ന വ്യക്തികളായിരിക്കും. ഇത് തന്നെ നിങ്ങൾക്ക് ജന്നിയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് പറയുന്നു അല്ലേ. സോ അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട്. അപ്പോൾ എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ എത്രയും വേഗം ആശുപത്രി എത്തിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. കാരണം ഇവിടെ CPR ചെയ്യേണ്ട ആവശ്യമില്ല, ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ എങ്ങനെ ആശുപത്രിയിൽ എത്തിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ആംബുലൻസ് സർവീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കുക, 108 ആണെങ്കിലും അല്ലെങ്കിൽ നിയറസ്റ്റ് എനി ഹോസ്പിറ്റൽ സർവീസ്, എന്തായാലും ആംബുലൻസിൽ എത്രയും വേഗം എത്തിക്കുക. പക്ഷേ ആ വാഹനം വരുന്നത് വരെ ആ വ്യക്തിയെ സുരക്ഷിതമായ രീതിയിൽ കിടത്തണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. സുരക്ഷിതമായ രീതിയിൽ കിടത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കിടത്താം? നിവർത്തി കിടത്തണോ, കമിഴ്ത്തി കിടത്തണോ, ചരിച്ച് കിടത്തണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. പ്രതികരണമുള്ള വ്യക്തിയെ ചോദിക്കുന്നത്, നിവർത്തി കിടത്തണോ, കമിഴ്ത്തി കിടത്തണോ, ചരിച്ച് കിടത്തണോ? ഇത് 3 രീതിയിൽ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലരൊക്കെ എല്ലാം ഉച്ചരുണ്ട് മണി കിടക്കണവരുണ്ട്. ഓക്കെ, ഏത് വേണം? എങ്ങനെ കിടത്തും? നിവർത്തി കിടത്തും അല്ല, ചരിച്ച് കിടത്തണം.
ഓക്കെ, പ്രതികരണം ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കഴിയുന്നതും ചരിച്ച് കിടത്തുക. അത് ഏറ്റവും ഐഡിയലായിട്ടുള്ള സൈഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, ഇടത്തോട്ട് ചരിച്ച് കിടത്തുക. എന്തിനാണ് ഇടത്തോട്ട് ചരിച്ച് കിടത്തുന്നത്? ടു പ്രിവെൻറ്റ് ആസ്പിറേഷൻ എന്ന് പറയും. നമ്മളിപ്പോൾ നിവർന്ന് നടക്കുന്ന വ്യക്തി സഡനായിട്ട് കിടന്നുകൊണ്ടങ്ങ് ഛർദ്ദിച്ചു, എന്ത് സംഭവിക്കും? ഇതെല്ലാം ശ്വാസനാളത്തിൽ കയറിപ്പോയില്ലേ? അങ്ങനെ അപകടം സംഭവിക്കും. ഇപ്പോൾ ജന്നി വന്ന് കിടക്കുന്നു, ജന്നി വന്ന് പത പോലെ വായ്ക്കകത്തൂടെ വന്നുകൊണ്ടിരിക്കുക, നിവർത്തി കിടത്തി എന്ത് സംഭവിക്കും? ഇതെല്ലാം വായ്ക്കകത്ത് കയറിപ്പോവും അല്ലേ? നമ്മളെ ശ്വാസനാളത്തിലോട്ട് പിന്നെ ഇറങ്ങി അങ്ങനെ ശ്വാസനാളം അടഞ്ഞ് അപകടം സംഭവിക്കും. അപ്പോൾ എപ്പോഴും ഐഡിയലി ചരിച്ച് കിടത്തുക. അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഏത് സൈഡെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, ഇടത്തോട്ട് ചരിച്ച് കിടത്തുക. ഇനി വലത്തോട്ടായാലും പേടിക്കേണ്ട, നിങ്ങൾ മറന്നുപോയി വലത്തോട്ട്, അങ്ങോട്ടായാലും പേടിക്കേണ്ട. ഐഡിയൽ എന്ന് ചോദിച്ചാൽ ഇടത്തോട്ട്. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പോകുന്നില്ല, കാരണം അത് നമ്മൾ അനാറ്റമി, ശരീരഘടനയിൽ ശ്വാസനാളം നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് വശത്തോട് തിരിയുമ്പോഴുള്ള വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ നിർദ്ദേശം തരുന്നത്. അപ്പോൾ എന്നാലും ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയല്ലേ മാർച്ച് ചെയ്യുന്നത്, അതോർത്ത് ലെഫ്റ്റ് ഇടത്തോട്ട്. ഓക്കെ, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റൈറ്റിലോട്ട് ചെയ്തോളൂ. അപ്പോൾ ഇത്രയും കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ആംബുലൻസ് വരുന്നു, കൊണ്ടാക്കാനുള്ള ശ്രമം ഐഡിയലായിട്ട് ഉടനെ ചെയ്യുക. ദാറ്റ്സ് എ ഫസ്റ്റ്. സെക്കൻഡ് പോയിന്റ്, അതോടെ അവിടുത്തെ കാര്യം കഴിയും. ഇനി ജെന്നിയുടെ കാര്യം പറഞ്ഞുകൊണ്ടൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ജെന്നി വന്നാൽ നിങ്ങൾ സാധാരണ എന്ത് ചെയ്യും? ജെന്നിയുടെ കാര്യം അവൻ്റെ ചോദിച്ചത് എന്ത് ചെയ്യും? ഇരുമ്പ് കൊടുക്കുക. അതെന്താ, ഇരുമ്പാണോ സ്വർണ്ണമാണോ വെള്ളിയാണോ നല്ലത്? ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ശുദ്ധ മണ്ടത്തരമാണ്. കാരണം ഇന്നത്തെ ടോപ്പിക്ക് പെടുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇരുമ്പ് പിടിക്കാൻ നടക്കണ്ട, കാരണം അതുകൊണ്ടൊന്നും ഒരു ഉപയോഗം ഇല്ല. പിന്നെ ആൾക്കാർ ചോദിക്കും ഇരുമ്പ് പിടിച്ചുകൊണ്ട് എന്തുകൊണ്ട് മാറിയെന്നല്ലേ? അത് സാധാരണ ജെന്നിയുടെ ഐസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം വലിയ താക്കോലൊക്കെ എടുത്ത് വലിയ കാര്യമായിട്ട് കയ്യിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ മാറുമ്പോൾ അവൻ്റെ വിചാരം ഞാൻ ഇരുമ്പ് കൊടുത്തു അവൻ്റെ മാറി. അങ്ങനെയാണെങ്കിൽ ജെന്നിയുള്ള രോഗിയൊക്കെ നമ്മൾ പോക്കറ്റിൽ ഒരു കീ കൊണ്ട് നടക്കാൻ പറഞ്ഞാൽ പോരെ? സോ അതുകൊണ്ട് തെറ്റായ മാർഗ്ഗമാണ്. ജെന്നി വന്നാലും ചെയ്യേണ്ടത് എന്താ? ഉടനെ പിടിച്ച് തറയിൽ കിടത്തുക. ഇരുന്നാണെങ്കിൽ അവൻ വീണ് ഇഞ്ചുറി ഉണ്ടാക്കി കിടത്തി ഇടതുവശത്തോട്ട് ചരിച്ച് കിടത്തുക. പിന്നെ ആംബുലൻസ് വന്നാൽ എത്രയും വേഗം ഓക്സിജൻ കണക്ട് ചെയ്ത് വേണം ആശുപത്രിയിൽ എത്തിക്കാൻ. കാരണം ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ജെന്നി വരും. അത് വളരെ ശ്രദ്ധിക്കാൻ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് താക്കോല് പിടിക്കണ്ട, ഇരുമ്പേ വേണ്ട. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ വീണ്ടും വിഷയത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പം വിളിച്ചു നോക്കുന്നു, റെസ്പോൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചരിച്ച് കിടത്തി ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട കാര്യം ചെയ്യുന്നു. ഇനി വിളിച്ചു നോക്കുമ്പോൾ ഒരു റെസ്പോൺസും ഇല്ല, ദർ ഈസ് നോ റെസ്പോൺസ്, ഒരനക്കവും ഇല്ല എന്നുണ്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ ഷൗട്ട് ഫോർ ഹെൽപ്പ്. ഇവിടെ ഇപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടല്ലേ, കുഴപ്പമില്ല. ഇഫ് യു ആർ എ ലോൺ റെസ്ക്യൂർ, ഉച്ചത്തിൽ വിളിക്കുക, ആരെങ്കിലും ഓടി വരണേ എന്ന് സഹായത്തിന് വിളിക്കുക. ഒരനക്കവും ഇല്ല എന്നുള്ള അവസരം. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഉറപ്പ് വരുത്തണം ആ വ്യക്തിക്ക് ശ്വാസമുണ്ടോ ഇല്ലയോ. ഒരു വ്യക്തിക്ക് ശ്വാസം ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെ മനസ്സിലാക്കാം? എല്ലാവരും മൂക്കിലൊക്കെ വിരലിടുക. പൾസ് നോക്കുന്ന എന്താണ്? നെഞ്ചിടിപ്പ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് പൾസ്. ഇപ്പം മൂക്കിലൊന്നും വെക്കണ്ട, നിങ്ങൾ എവിടെ നോക്കണം? ലുക്ക് അറ്റ് ദി ചെസ്റ്റ് റൈസ്. നെഞ്ചുയരുന്നോ താഴുന്നു, ഇതല്ലേ നമ്മളെ ശ്വാസം അല്ലേ? ഒരാൾ ഉറങ്ങിക്കിടന്നാലും നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? ശ്വാസം ഉണ്ടെങ്കിൽ നെഞ്ചുയരുന്നതും താഴ്ന്നതും ഉണ്ടാവും അല്ലേ? സോ നെഞ്ചുയരുന്നോ താഴുന്നോ നോക്കിയാൽ മതി. അത് എത്ര നേരം നോക്കണമെന്ന് ചോദിച്ചാൽ 10 സെക്കൻഡിനുള്ളിൽ ഉറപ്പ് വരുത്തണം, അതിനപ്പുറം പാടില്ല. 5 സെക്കൻഡ് താഴെ ആകരുത്, 10 സെക്കൻഡിന് മുകളിലും ആകരുത്. നോട്ട് ലെസ് ദാൻ 5, നോട്ട് മോർ ദാൻ 10 എന്ന് പറഞ്ഞാൽ 5നും 10 സെക്കൻഡിനകത്ത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം ആ വ്യക്തിക്ക് ശ്വാസമുണ്ടോ ഇല്ലയോ. എന്തായാലും ഇത്രയും പേര് ഇരിക്കുന്നു, ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ പഠിപ്പിച്ച് തരാൻ വേണമെങ്കിൽ, നമ്മൾ മിനിസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ പൾസും കൂടെ നോക്കണ കാര്യം പറഞ്ഞു, പക്ഷെ അത് നിങ്ങൾക്ക് നിർബന്ധമല്ല, അത് ഡോക്ടേഴ്സിനും നഴ്സസിനും മാത്രം ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. കാരണം പല വ്യക്തികൾക്കും പല രീതിയിലാണ് പൾസൊക്കെ നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പല പ്രായത്തിൽ, അഡൾട്ട് വേറെ. അപ്പോൾ അത്രയും കൺഫ്യൂഷൻ വേണം. നിങ്ങൾ നോക്കേണ്ട ശ്വാസം നോക്കിയാൽ മതി, പക്ഷേ പൾസും കൂടെ നോക്കണം. നല്ലത് ചില ഡോക്ടേഴ്സും ഇടയിലുള്ളതുകൊണ്ട് ഹെൽത്ത് വർക്കേഴ്സും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ഉണ്ടെന്ന് പറയുന്നു ഇതിനകത്ത്, അതും കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്യുന്നു. അപ്പോൾ പൾസ് നോക്കുകയാണെങ്കിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ കഴുത്തിലെ പൾസാണ് നോക്കേണ്ടത്, കയ്യിലെ പൾസല്ല. ഓക്കെ, അപ്പോൾ പൾസ് നോക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ കഴുത്തിൽ നോക്കേണ്ടത്. ഇതെന്താണ് ഈ മുമ്പിൽ കാണുന്നത്? 2 സാധനമുണ്ട്, ശ്വാസനാളമുണ്ട്, അന്നനാളമുണ്ട്. എന്താണ്? ചിലർ ശ്വാസം, ചിലർ അന്നം പറയുന്നു, ചിലർ ശ്വാനനാളമെന്നും പറയും. നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ അല്ലേ? ഓക്കെ, എന്തായാലും ഇത് നമ്മുടെ ശ്വാസനാളം. ട്രക്കിയ, ഇവിടെ ഒരു മസിലുണ്ട്, സ്റ്റാനക്കുലർ മാസ്റ്റോയിഡ് എന്ന് പറയും. ഇവിടെ മാൻഡിബിൾ, താടിയിൽ ഈ ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന നടുക്കാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ 2 വിരൽ നമ്മളിങ്ങനെ തോക്ക് ചൂണ്ടുന്ന പോലെ കണ്ടോ, 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കഴുത്തിൽ ഈ മുഴച്ചിരിക്കുന്ന ഭാഗം നടുഭാഗത്ത് സ്ഥലം നേരെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് പതുക്കെ സൈഡിലോട്ട് ഇങ്ങനെ നീക്കുക. ഒരു കുഴിക്കകത്ത് വഴി, ഇവിടെ നീക്കുമ്പോൾ ഒരു കുഴി. ഓക്കെ, ഒരു കുഴിക്കകത്ത് വഴി. അത് ഒരു സൈഡ്, വലത്തോട്ടാണെങ്കിൽ വലതുവശത്തോട് നീക്കുക, ഇടത്തോട്ടാണെങ്കിൽ ഇടതുവശത്തോട് നീക്കുക, എളുപ്പം. സോ
ഇങ്ങനെ എടുത്തു വെക്കരുത്. നിങ്ങൾ പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ തെറ്റാം. നമ്മൾ പൊസിഷൻ എന്താണ്? 2 ഫിംഗർ ഹിയർ, സൈഡിലോട്ട് ഇങ്ങനെ നീക്കുക. എല്ലാവരും ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ, കിട്ടുന്നുണ്ടോ നോക്കിയേ, ഓൾ ഓഫ് യു. തല നേരെ വെച്ച്, പലരും തല തിരിച്ചൊക്കെ വയ്ക്കുന്നു, അങ്ങനെയല്ല, തല സ്ട്രൈറ്റാണ് വയ്ക്കുക. 2 ഫിംഗർ ഹിയർ, സ്ലൈഡ് ലാറ്ററലി, സൈഡിലോട്ട് നീക്കുക. ആ കുഴിയിൽ എത്ര തടിയുണ്ടെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും ആ പൊസിഷനിൽ. കിട്ടിയോ എല്ലാവർക്കും? കൈപൊക്കിയോ എല്ലാവരും? കിട്ടിയവരൊക്കെ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും കിട്ടി. അപ്പോൾ അതാണ് നമ്മൾ പൾസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ പറയുന്നു, ഇതിനു വേണ്ടി നിങ്ങൾ സമയം കളയരുത്. കാരണം നമ്മൾ നോക്കുന്ന എന്താണ്? ഇതാ ഇവിടെ ഇതും ശ്വാസവും ഒന്നിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു കൈ പൾസിലിരിക്കുന്നു, നമ്മൾ നോട്ടം എങ്ങോട്ടാ? നെഞ്ചിലോട്ട്. ഉയരുന്നോ താഴുന്നോ? അപ്പോൾ ഇത് നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, പൾസ് നോക്കി സമയം കളയണമെന്നില്ല, ശ്വാസമെങ്കിലും നോക്കുക. അറിയാമെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ഡോക്ടേഴ്സ് ഇരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ അതും കൂടെ നോക്കിക്കോളൂ, നോ ഇഷ്യൂ. ഓക്കെ, ശരി. അപ്പോൾ പൾസ് ആൻഡ് ബ്രീത്തിങ് എത്ര നേരം ഞാൻ പറഞ്ഞു? 5 നും 10 സെക്കൻഡിനും ആക്കുക. നോക്കി ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ സഹായത്തിന് നാളുടെ അടുത്ത് പറയണം, ആക്ടിവേറ്റ് എമർജൻസി മെഡിക്കൽ സർവീസ്, ഗെറ്റ് ദ AED എന്നാണ് പറയണം. എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബുലൻസ് തന്നെയാണ്. ആംബുലൻസിൽ കൂടെ AED എന്ന് പറഞ്ഞ സാധനം, ഹൃദയസ്തംഭനം വന്നാൽ നെഞ്ചി ഷോക്ക് കൊടുക്കണം മെഷീൻ്റെ പേരാണ് AED. അതും കൂടെ കൊണ്ടുവരാൻ പറയുക. ഇപ്പോൾ ഒരു സാധാരണ വ്യക്തിയെടുത്ത് പറയുമ്പോൾ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കേണ്ട. നിങ്ങളിങ്ങനെ പറയാം, നിങ്ങൾ എത്രയും വേഗം പോയി ആംബുലൻസ് വിളിച്ചോ, ഇതൊരു ഹൃദയസ്തംഭനമാണ്, അതുകൊണ്ട് നെഞ്ചി ഷോക്ക് കൊടുക്കണം മെഷീനുമായിട്ട് വരാൻ പറയുക. വെരി സിമ്പിൾ. എന്തുകൊണ്ട് അത് എനിക്ക് ചെയ്തുകൂടെ? എൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ, ഞാൻ ഈ സഹായത്തിന് വരുന്ന ആളിനെ വിളിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പേരെന്താ? എൻ്റെ അടുത്ത് ഹെൽപ്പിന് നിൽക്കുന്ന മിസ്സസ് സദീപ് ആണെന്ന് ഇരിക്കുക. സദീപ് എന്നല്ലേ പേര്? സതികുമാർ. ഓക്കെ, മിസ്സസ് സതികുമാറാണ് എനിക്ക് ഹെൽപ്പിനെന്ന്. ഞാൻ സതികുമാറിൻ്റെ അടുത്ത് പറയുന്നു, എത്രയും വേഗം പോയി നിങ്ങൾ ആംബുലൻസ് വിളിക്കൂ, കൂടെ ഹൃദയസ്തംഭനമാണ്, ഷോക്ക് കൊടുക്കാനുള്ള മെഷീൻ കൂടെ കൊണ്ടുവരിക, അല്ലെങ്കിൽ AED എന്ന് പറയുക. എനിക്ക് ചെയ്യാം, എൻ്റെ കയ്യിൽ ഫോണുണ്ട്, എനിക്ക് ചെയ്തൂടെ? എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല? സമയം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തലച്ചോറിലോട്ട് 3 തൊട്ട് 5 മിനിറ്റിനകത്ത് എത്തിച്ചിരിക്കണം സാധനം. എന്ത് സാധനം? ബ്ലഡ് അല്ലേ? എന്നാലേ ഓക്സിജൻ കിട്ടൂ. ഇപ്പം ഞാൻ ഈ ഫോണും വെച്ച് കളിച്ചുകൊണ്ട് എല്ലാവരും വിളിച്ച് കഥ പറഞ്ഞു കഴിയുമ്പോൾ അവനെ രക്ഷിക്കാനുള്ള സാധ്യത കുറയാണ്. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം. നോൺ ഈസ് ദെയർ ഫോർ ഹെൽപ്പ്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമ്മൾ ആദ്യമേ ഓടി വരാൻ ആരെങ്കിലും വിളിക്കുന്നത്. മനസ്സിലാണോ? സഹായത്തിന് നമ്മൾ വിളിക്കുന്നതിന് കാരണം ഇതിനും കൂടെയാണ്. അതുപോലെ നമുക്ക് കൂടെ നിന്ന് നെഞ്ചമർത്താനും ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ ഈ കാര്യം മറ്റേ സെക്കൻഡ് പേഴ്സണെ മാത്രമേ ഏൽപ്പിക്കൂ. സെക്കൻഡ് റെസ്ക്യൂർ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ മിസ്റ്റർ സതികുമാറിനെ ഏൽപ്പിച്ചു എത്രയും വേഗം പോയി ആക്ടിവേറ്റ് ചെയ്യാൻ. എന്നിട്ട് ഞാൻ ഉടനെ എന്ത് ചെയ്യുന്നു? നെഞ്ചമർത്തൽ തുടങ്ങാൻ പോയാണ്. ഓക്കെ, അപ്പോൾ അതിനി തുടങ്ങേണ്ടത്. അപ്പോൾ ഹൃദയം എവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിൽ അമർത്തണം. ഹൃദയമാണ് പ്രവർത്തിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? എവിടെയാ? ലെഫ്റ്റ് എന്ന് പറയുന്നു, എന്നാൽ ലെഫ്റ്റും അല്ല റൈറ്റും അല്ല. ഓക്കെ, ഇടതുവശത്തു നിന്ന് നമ്മളൊരു തെറ്റിദ്ധാരണയാണ്. ഹൃദയം എത്ര അറകളുണ്ട്? 4 അറ. റൈറ്റ് ഏട്രിയം എന്ന് പറഞ്ഞ അറ ഇതുവരെ വരും, ലെഫ്റ്റ് ഏട്രിയം എന്ന് പറഞ്ഞ അറ ഇതുവരെ, റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞ അറ ഇതുവരെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ മാത്രം തള്ളി ഇങ്ങോട്ടിരിക്കുക. അപ്പോൾ ഇടതുവശത്തോട് തള്ളിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഹൃദയം, അപ്പോൾ ഇവിടെയാണോ നമ്മൾ അമർത്തേണ്ടത് അതോ ഇവിടെയാണോ അമർത്തേണ്ടത്? ഇവിടെയാണോ അമർത്തേണ്ടത്? ഹൃദയം ഇരിക്കുന്ന ഇവിടെ. ഒരു ഭാഗം മാത്രം തള്ളി നമ്മളെ നിപ്പിളിൽ വരെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം അമർത്തേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ഥലം തെറ്റി. ഇപ്പോൾ ഇടത്തോട്ട് വെച്ച് അമർത്തിയാൽ നല്ലൊരു മുറുക്ക് ചവയ്ക്കണ ഫീല് കിട്ടും. എന്താണ്? വാരിയിലെല്ലാം കൂടെ പടപട പൊട്ടിയുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇടത്തോട്ട് വെച്ചെല്ലാം അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം പൊട്ടിപ്പോണ ഫീൽ ചെയ്യും. അപ്പോൾ എവിടെ അമർത്തേണ്ടത്? ഈ സ്റ്റേണം, ഇതിൻ്റെ മുകളിൽ നടുക്ക്. ആ സ്റ്റേണം എന്ന് പറഞ്ഞാൽ നെഞ്ചും കൂടല്ലെന്ന് പറയും. അതിൻ്റെ എവിടെ അമർത്തണമെന്ന് ലോവർ ഹാഫ് എന്ന് പറയും, പകുതിക്ക് താഴെ. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പ വഴിയുണ്ട് എവിടെ എന്നുള്ളത്. ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു ശ്വാസനാളം അല്ലേ, ഇവിടെ നിന്ന് താഴോട്ടൊരു വിരലുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ നിപ്പിള് ക്രോസ് ചെയ്തങ്ങ് വരയ്ക്കുക. ഈ 2 വരെയും കൂട്ടിമുട്ടുന്ന ഭാഗത്ത് അമർത്താം. മനസ്സിലായോ? ക്ലിയർ? ഇനി ഫീമെയിൽസ് ആണെങ്കിൽ നിപ്പിൾ ലെവൽ കറക്റ്റ് ആണോ എന്നില്ല. അവിടെ നമുക്ക് വേറെ രീതി ചെയ്യാം. ഈ എല്ലിൻ്റെ അറ്റം ഇവിടെ തുടങ്ങി ഇവിടെ തീരും. ആർക്കെങ്കിലും അറ്റം വരെ ഉണ്ടായില്ലേ? ഇല്ല. അപ്പോൾ ഇതുവരെ അല്ലേ? സോ ദാറ്റ് എൻ പോയിന്റിൽ 2 വിരൽ വെക്കുക. 2 വിരൽ നമ്മുടെ മെഷർമെൻ്റ് ആണ്. ആ 2 വിരലിൻ്റെ സൈസ് സ്ഥലം വിട്ടിട്ട് ഇങ്ങോട്ട് മുകളിലോട്ട് വയ്ക്കുക. ഏരിയ മനസ്സിലായോ? ആ എല്ലിൻ്റെ അറ്റത്ത് 2 വിരൽ വെച്ചു. ആ 2 വിരൽ സ്പേസ് അങ്ങ് വിടുക. എന്നിട്ട് മുകളിൽ അതിൻ്റെ ഇപ്പുറത്തോട്ട് കൈവച്ച് അമർത്തി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സൈറ്റ്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം? ഉടനെ നെഞ്ചമർത്തൽ തുടങ്ങണം. നെഞ്ചമർത്തൽ തുടങ്ങണമെങ്കിൽ എത്ര ആഴത്തിൽ അമർത്തണമെന്ന് അറിയണം. എത്ര ആഴത്തിൽ അമർത്തണമെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫസ്റ്റ് യു ഹാവ് ടു കീപ് ദ വിക്ടിമിനെ ഹാർഡ് സർഫസ്, കട്ടിയുള്ള പ്രതലത്തിൽ കിടത്തുക. അപ്പോൾ സാർ ഇതാ കൈ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു സാർ സൈറ്റ്. കണ്ടോ, സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ ഈ കൈവെള്ളം ഉണ്ട് അവിടെ വെച്ചു, മറ്റേ കൈ കൊണ്ട് ലോക്ക് ചെയ്തു, റിസ്റ്റും എൽബോയും ഷോൾഡറും സ്ട്രെയിറ്റ് ലൈൻ കണ്ടോ, എന്നിട്ട് മുമ്പോട്ട് ആഞ്ഞിരുന്ന് ഏകദേശം 90 ഡിഗ്രി കേവാണ് സൈഡ് കണ്ടോ, അല്ല ചരിഞ്ഞൊക്കെ ഇരുന്നല്ല ചെയ്യേണ്ട. അപ്പോൾ ആ ലെവലിൽ ഇരുന്നതിന് ശേഷം ഒരു 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡ് 100 തൊട്ട് 120 തവണ കൊടുക്കണം വേഗത്തിൽ ഇതുപോലെ അമർത്തണം. ഏകദേശം 5 സെൻറ്റിമീറ്റർ താഴ്ന്ന രീതിയിൽ 5 സെൻറ്റിമീറ്റർ എങ്കിലും പോകണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡ്. ക്ലിയർ? അപ്പോൾ ഈ പൊസിഷൻ ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് ഐഡൻറ്റിഫൈ, സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? എത്ര ആഴത്തിൽ അമർത്തണം പറഞ്ഞു? 5 സെൻറ്റിമീറ്റർ താഴ്ന്ന രീതിയിൽ. എങ്ങനെ അമർത്തണം? അപ്പം നിങ്ങൾ ഡോമിനൻ്റ് ഹാൻഡ് വലതോ ഇടതോ ആയിക്കോട്ടെ, ആ കൈവെള്ള ആ പോയിന്റിൽ വെക്കുക, മറ്റേ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് ഇപ്പോൾ സാർ കാണിച്ചതുപോലെ പൊസിഷനിൽ ചെയ്യുക. അത് തുടരേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 30 തവണയാണ്. 30 കംപ്രഷൻസ് ആണ് ഒരു സൈക്കിൾ. ഇപ്പോൾ 30 കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര നേരം ഇത് തുടരണം? ഒന്ന്, ജീവൻ്റെ ലക്ഷണം കാണുന്നവരെ തുടർന്നിരിക്കണം, നിർത്തി നോക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എവറി 5 സൈക്കിൾ, ഓരോ 5 സൈക്കിളും നമ്മൾ അസസ് ചെയ്യണം. അങ്ങനെ ഓരോ 5 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 30 × 5 എത്രയാ? 150 അല്ലേ? അപ്പോൾ 150 എണ്ണം തുടരുന്നു, ഉടനെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക, ഉടനെ തന്നെ അസസ് ചെയ്യുക. എന്ത് നേരത്തെ പറഞ്ഞ പോലെ ശ്വാസമുണ്ടോ ഇല്ലയോ. എന്നാൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ അമർത്തുമ്പോൾ തന്നെ നിലവിളിക്കുകയാണ്, എന്നാലും നിർത്താം. പ്രതികരണം ഇടയ്ക്ക് വെച്ചു, അല്ല ഞാൻ 5 സൈക്കിളായില്ല കിടയിടാന്ന് പറയുമോ? അങ്ങനെ കൊണ്ടുവരാണ്ട് രോഗികളെ നെഞ്ച് അമർത്തിക്കൊണ്ടിരിക്കും, അവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയും വ്യക്തികൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ആ പ്രതികരണം കണ്ടോ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ 5 സൈക്കിൾ 150 ആകുമ്പോൾ ഒന്ന് നിർത്തി ക്വിക്കായിട്ട് അസസ് ചെയ്യുക. അസസ് ചെയ്യുന്ന ടൈമും 10 സെക്കൻഡിന് അകത്തായിരിക്കണം, കൂടാൻ പാടില്ല. ചുമ്മാ നോക്കി നിൽക്കുകയല്ല, ലെസ് ദാൻ 10 സെക്കൻഡ്. ആ രണ്ടാമത്തെ റൗണ്ട് അപ്പോൾ ആരെങ്കിലും അമർത്തും? എൻ്റെ കൂടെ സഹായത്തിന് വന്ന മിസ്റ്റർ സുധി അമർത്തും. മനസ്സിലായോ? അപ്പോൾ ഓരോ 5 സൈക്കിൾ നമ്മൾ എന്ത് ചെയ്യും? മാറി മാറി ചെയ്യും. അപ്പോൾ അതിനും കൂടെയാണ് ഞാൻ രണ്ടാമത്തെ റെസ്ക്യൂ. അപ്പോൾ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ കഴിയും അല്ലേ, ഹീ ഈസ് ഫ്രീ നൗ, ഒറ്റയ്ക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകുന്നില്ലേ? അപ്പോൾ ഓരോ 5 സൈക്കിൾ എന്തൊക്കെ ചെയ്യാം? അപ്പം നിർത്തി ഉടനെ ആ വ്യക്തിക്ക് പ്രതികരണം ഉണ്ടോ എന്നുള്ളത്, ശ്വാസം ഉണ്ടോ എന്ന് അസസ് ചെയ്യുന്നു. പൾസ് നോക്കുകയും പൾസും കൂടെ നോക്കുക. നോക്കിയതിന് ശേഷം ഉടനെ തന്നെ വീണ്ടും അമർത്തേണ്ടി വന്ന് ആരമർത്തും? സുധി അമർത്തുന്നു. പിന്നെ 5 സൈക്കിൾ കഴിഞ്ഞ് ആരമർത്തും? ഞാൻ അമർത്തും. ഇതിങ്ങനെ തുടരണം ഈ സൈക്കിൾ. പക്ഷേ അതേസമയം എനിക്ക് നല്ല നടുവേദന എടുക്കണം, എനിക്ക് 2 സൈക്കിൾ ആയപ്പോഴേ തളർന്നു, മാറിക്കൊള്ളൂ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് 7 സൈക്കിൾ ചെയ്യാനുണ്ട്, സുധി അവിടെ നിന്നോന്ന് ഞാൻ പറയില്ല. മാക്സിമം 5 സൈക്കിളേ ചെയ്യാൻ പാടുള്ളൂ. ഹെൽപ്പിന് ആളില്ലെങ്കിൽ നമ്മൾ തന്നെ തുടരുക. അപ്പോൾ ഹെൽപ്പിന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എവറി 5 സൈക്കിൾ മാറിക്കൊള്ളുക. അതിന് മുമ്പ് തളർന്നു പോയാൽ മാറിക്കൊള്ളൂ, പക്ഷേ 5 സൈക്കിൾ കഴിഞ്ഞ് അതിനപ്പുറം തുടരുകയും ചെയ്യേണ്ട. ദിസ് ഷുഡ് ബി കണ്ടിന്യൂ. ഇപ്പോൾ എൻഡ് പോയിന്റ് ഓഫ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എവിടെ വെച്ച് നമ്മൾ ഈ അമർത്തൽ നിർത്താം? ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താ? ജീവൻ്റെ ലക്ഷണം കണ്ടാൽ നിർത്താം. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ടിൽ ദ വിക്ടിം എന്ന് പറഞ്ഞാൽ ഷോസ് സൈൻസ് ഓഫ് ലൈഫ്. സെക്കൻഡ് പോയിന്റ് ടിൽ ദ അഡ്വാൻസ് സപ്പോർട്ട് ടേക്ക് ഓവർ ദ വിക്ടിം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് സപ്പോർട്ട് ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആംബുലൻസ് വിളിച്ചില്ലേ, ആംബുലൻസ് വന്നാൽ നിർത്തണോ വേണ്ടയോ? അപ്പോൾ എവിടം വരെ കണ്ടിന്യൂ? യെസ്, ഹോസ്പിറ്റലിൽ ഡോക്ടറെ എത്തണവരെ കണ്ടിന്യൂ ചെയ്യണം. അത് പലപ്പോഴും പറ്റുന്ന സംഭവമാണ്. പലരും വന്ന് പറയാറുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങളിത് പറയാറുണ്ട്, ഇങ്ങനെ ഞങ്ങൾ നെഞ്ചമർത്തിൽ വീട്ടിൽ വെച്ച് കൊടുത്തിരുന്നു, എന്നിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അപ്പോൾ യാത്രയിലോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരണം സ്ഥിരീകരിക്കുക മാത്രം അല്ലേ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തുടങ്ങി വെച്ചാൽ, കാരണം ആംബുലൻസ് വരുമ്പോൾ ചിലപ്പോൾ ആംബുലൻസിൽ ഒരു സ്റ്റാഫ് കാണും അല്ലേ, പിന്നെ ഉള്ളതാരാണ്? ഒരു നേഴ്സ് ചിലപ്പോൾ കാണും. ഈ 2 പേര്, ഡ്രൈവറിന് വണ്ടി ഓടിച്ചേ പറ്റൂ, നേഴ്സിന് എന്ത് ചെയ്യണം? അസിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരാളെ കൊണ്ട് ഇത്രയും ചെയ്ത് വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ കൂടെ അക്കമ്പനി ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ തന്നെ അതേപോലെ ചെയ്ത് ഹോസ്പിറ്റൽ എൻട്രൻസിൽ നമ്മൾ വന്ന് കണ്ട് ടേക്ക് ഓവർ ചെയ്യണവരെയും തുടർന്നിരിക്കണം മെഡിക്കൽ ടീം. അതാണ് അഡ്വാൻസ്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകുന്നവരെ മാത്രം. അത് നമ്മൾ വരാതിരിക്കാനും കൂടെയാണ് സെക്കൻഡ് റെസ്ക്യൂർ, രണ്ടാമത്തെ ഹെൽപ്പിംഗ് ഹാൻഡിൻ്റെ ആവശ്യം. പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലത്താണ്, ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ തളർന്നു പോകുന്നവരെ ചെയ്യുക, അതേ ഉള്ളൂ വഴി. ക്ലിയർ ആയോ? ഇപ്പോൾ ജീവൻ്റെ ലക്ഷണം കാണണം, അല്ലെങ്കിൽ കൊണ്ട് ആശുപത്രിയിൽ എത്തണവരെ തുടർന്നിരിക്കണം. എവിടെ തുടങ്ങിയാൽ മരണം സ്ഥിരീകരിക്കണ എല്ലാം ഹോസ്പിറ്റലിൽ നമ്മളാ തീരുമാനിക്കുക. അല്ല നിങ്ങൾ വഴിയിൽ വെച്ച് ഞാൻ ഇനി പോയി ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഒന്നും പറഞ്ഞു കളയില്ലേ. തുടങ്ങിയാൽ തുടർന്നുകൊണ്ടിരിക്കുക. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇത് ഞാനൊരു മുതിർന്ന വ്യക്തിയുടെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, അഡൾട്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്സ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഈസ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സാറ് ഫസ്റ്റ് എന്താണ്? സീൻ സേഫ് ആണ്, സീൻ ഈസ് സേഫ്. ദെൻ സെക്കൻഡ് എന്താണ്? വിളിച്ചു നോക്കുന്നു, ഹലോ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി ഓർ മാഡം ഓർ സർ വിളിച്ചു.
റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ചരിച്ചു കിടത്തുന്നു, ഇല്ലെങ്കിൽ നോ റെസ്പോൺസ് എന്ത് ചെയ്യണം പറഞ്ഞോ, ഹെൽപ്പ് ഹെൽപ്പ് അല്ലേ. എന്നിട്ട് ഉടനെ തന്നെ പൾസ് ശ്വാസം ഉണ്ടോ ഇല്ലേ നോക്കുന്നു. ശ്വാസം ഉണ്ടോ എന്ന് എങ്ങനെ നോക്കുന്നു? നമ്മൾ നെഞ്ച് സൈഡിൽ ഇങ്ങനെ നോക്കുക. നമ്മൾ നേരെ നിന്ന് നോക്കണേക്കാളും ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരലി നിൽക്കുകയല്ലേ, ദിസ് ലൊക്കേറ്റ്സ് ബെറ്റർ. നെഞ്ച് വരുന്നതും താഴ്ന്നതും മനസ്സിലാക്കാൻ. പിന്നെ ഞാൻ നേരത്തെ പറയും പൾസ് അറിയാമെങ്കിൽ നോക്കിക്കോളൂ, ഇല്ലെങ്കിൽ എത്ര നേരം നോക്കും? 5 to 10 seconds. ഇല്ലാന്ന് കണ്ടാൽ മിസ്റ്റർ സുധീടുത്ത് ഞാൻ പറയുന്നു, നിങ്ങൾ ആക്ടിവേറ്റ് എമർജൻസി മെഡിക്കൽ സർവീസ് ഗെറ്റ് AED എന്ന് പറഞ്ഞാൽ ആംബുലൻസോ ശ്വാസം നെഞ്ചിൽ ഹൃദയസംബന്ധം കൊടുക്കേണ്ട മെഷീൻ കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് ഉടനെ തന്നെ ലൊക്കേറ്റ് ചെയ്യുക. സാർ ഇപ്പോൾ ചെയ്യുന്ന പോലെ 2 വിരൽ ആ പൊസിഷനിൽ വെച്ചു, ആ മെസ്സിഷൻ മാറ്റി, അതല്ലെങ്കിൽ കുറുക്കെ ഇങ്ങനെ വരയ്ക്കുക. പൊസിഷൻ നേരത്തെ കാണിച്ചില്ലേ, 1 2 3 4 5 6 7 8 9 10 11 ഇങ്ങനെ 21 22 23 24 25 26 28 29 30 second cycle 3 4 5 6 7 8 9 29 30 third cycle 3 4 29 30 fourth cycle 24 25 26 29 30 fifth cycle 29 30. ഇപ്പം മൊത്തം നമ്മൾ 150 എന്ന് പറഞ്ഞാൽ ഓരോ സൈക്കിൾ വെച്ച് നമ്മൾ പിന്നെ കണ്ടിന്യൂ 30 30 30 30 കണ്ടിന്യൂ. സോ നെക്സ്റ്റ് പേഴ്സൺ ഹാസ് ടു ടേക്ക് ഹാൻഡ് ഓവർ. ഉടനെ അസസ് ചെയ്യുന്നു. ഇത്രയും ചെയ്തുകൂടെ നിങ്ങൾക്ക്? സംശയം ഉണ്ടോ? ഓക്കെ, ഇത് നിങ്ങളെ കൊണ്ട് ഇനിയിപ്പം ചെയ്യിപ്പിക്കും. അപ്പോൾ അതിനു മുമ്പ് ഡിഫറൻസ് ഇൻ ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പ്. നമ്മളിപ്പോൾ അഡൾട്ട് പറഞ്ഞു അല്ലേ, മുതിർന്നൊരു വ്യക്തിയുടെ പറഞ്ഞു. മുതിർന്ന വ്യക്തിയുടേത് പോലെ തന്നെ നമ്മൾ 3 കാറ്റഗറി, അഡൾട്ട് ഉണ്ട്, ചൈൽഡ് ഉണ്ട്, ഇൻഫൻ്റ് ഉണ്ട്. അപ്പോൾ ഇൻഫൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 1 വയസ്സിന് താഴെയുള്ള കുട്ടി, ഇതാ ഈ പ്രായത്തിലുള്ള. ചൈൽഡ് എന്ന് പറഞ്ഞാൽ പ്രായം എത്രയാണ് അറിയാമോ? 1 വയസ്സിന് താഴെ ഇൻഫൻ്റ്. 1 തൊട്ട് എത്ര വരെ എടുക്കാം? 5 വയസ്സോ 10 12 അല്ല, പ്രായമില്ല. ടിൽ പ്യൂബേർട്ടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 1 to പ്യൂബേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മെച്യൂർ ആകുന്നതാണ് കണക്ക്. 10 11 12 13 ഏതോ ആകട്ടെ. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്നതാണ് ചൈൽഡ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ചൈൽഡിലുള്ള ഡിഫറൻസ് പറയാം. ചൈൽഡിൽ 2 ഡിഫറൻസ് മാത്രം ഓർത്താൽ മതി. ഇപ്പോൾ അഡൾട്ട് ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റെപ്സ്. ഇനി ചൈൽഡിലെ ഡിഫറൻസ് 2 എണ്ണം. ഒന്ന്, നിങ്ങൾക്ക് ആർക്കെയും അറിയാമോ? എവിടെയും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആഴത്തിൽ വ്യത്യാസം. നമ്മൾ മുതിർന്ന വ്യക്തിക്ക് എത്ര ആഴമാണ് ഞാൻ പറഞ്ഞത്? 5 സെൻറ്റിമീറ്റർ എങ്കിലും താഴണം. ഇവിടെ ഏകദേശം 5 സെൻറ്റിമീറ്റർ പോയാൽ മതി. എന്ന് പറഞ്ഞാൽ അവിടെ അറ്റ്ലീസ്റ്റ് 5, ഇവിടെ അപ്രോക്സിമേറ്റ് 5. ഏകദേശം 5 സെൻറ്റിമീറ്റർ പോയാൽ മതിയാവും. അപ്പോൾ ഏകദേശം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ അളവെടുക്കാൻ എളുപ്പമുണ്ട്. 1/3 ദ ആൻറ്റിറിപ്പോസ് ഡയമീറ്റർ ഓഫ് ചെസ്റ്റ് എന്ന് പറയും. 3/1 നെഞ്ച് താഴുന്ന രീതിയിൽ അമർത്തിയാൽ മതി. ഇത്രയും ക്ലിയർ ആണോ? ഒരു വ്യത്യാസം ക്ലിയർ ആയോ? ഏകദേശം 5 അല്ലെങ്കിൽ 3/1 നെഞ്ച് താഴ്ന്ന രീതിയിൽ അമർത്തുക. ദെൻ സെക്കൻഡ് ഡിഫറൻസ്, രണ്ടാമത്തെ ഡിഫറൻസ് ചെയ്യുന്ന രീതി. നമ്മളിപ്പോൾ എങ്ങനെയാണ് കണ്ടത്? 2 കൈകൾ വെച്ചാൽ ചെയ്ത് അല്ലേ. ഇവിടെ നമ്മൾ 2 രീതി ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്തുപോലെയും ചെയ്യാം. കൊച്ചു കുട്ടികളാണെങ്കിൽ 1 കൈ കൊണ്ട് അമർത്തിയാലും മതി. എയ്തർ സിംഗിൾ ഹാൻഡ് ടെക്നിക്, ഏതെങ്കിലും ഒരു കൈ, നിങ്ങളെ വലതോ ഇടതോ ഏതാണോ വശമുള്ള കൈ ഇങ്ങനെ അമർത്താം. മനസ്സിലായോ? സിംഗിൾ ഹാൻഡ് ടെക്നിക് ഓർ 2 ഹാൻഡ് ടെക്നിക്. 2 ഹാൻഡ് നമ്മളിപ്പം നേരത്തെ ചെയ്തതുപോലെ 2 കൈകളുണ്ട് ഇങ്ങനെ അമർത്താം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഡിഫറൻസ് 2 എണ്ണം മനസ്സിലായില്ലേ? ദിസ് ഈസ് ഫോർ ചൈൽഡ്. ഇനി ഇൻഫൻസ്, ആ പ്രായത്തിലുള്ള 1 വയസ്സിന് താഴെയുള്ള കുട്ടി. അവിടെ 3 ഡിഫറൻസ്. 3 ഡിഫറൻസ്. ഒന്ന്, വിളിച്ചു നോക്കുന്ന നമ്മൾ എങ്ങനെയാ പറഞ്ഞത് നേരത്തെ? എങ്ങനെയാ പറഞ്ഞ? തോളിൽ തട്ടിയല്ലേ ഉച്ചത്. ഇവിടെ നമ്മൾ വിളിക്കുന്ന കാലിൽ തട്ടിയാണ്. മനസ്സിലായോ? കാലിലാണ് തട്ടി വിളിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ദെൻ സെക്കൻഡ് ഡിഫറൻസ് ആഴത്തിൽ. അഡൽട്ട് എത്ര ഞാൻ പറഞ്ഞു? 5 പോകണം. ചൈൽഡ് എത്ര പറഞ്ഞു? അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 അല്ലെങ്കിൽ ഞാൻ വേറൊരു വഴി പറഞ്ഞു. എന്താണ്? 3/1 നെഞ്ച് താഴ്ന്ന രീതിയിൽ അല്ലേ. ഇനി ഇൻഫൻസ് ആണെങ്കിൽ 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3/1 നെഞ്ച് താഴ്ന്ന രീതി. മനസ്സിലായോ? ആഴം. അത് ചെയ്യുന്ന രീതി. മൂന്നാമത്തെ ഡിഫറൻസ് 2 ഫിംഗർ ടെക്നിക്ക്. ഉണ്ടോ സാർ? ഇപ്പോൾ ചെയ്യുന്നുണ്ട്. 2 വിരൽ വെച്ച് ഇതെങ്ങനെ അമർത്തുക. ക്ലിയർ ആയോ? ഈ 2 വിരൽ വെച്ച് ഒരേ നീളമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് കുറേ നേരം ചെയ്യുമ്പോൾ വേദനിക്കാൻ ചാൻസ് ഉണ്ട്. 1 വിരൽ നീളം കൂടുതലുണ്ട്. അപ്പോൾ എളുപ്പ വഴി വേറെ ഉണ്ട്. 2 തമ്പ് എൻസർക്കിളിംഗ് ടെക്നിക്ക്. ഇതാ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച്, കാണാമോ? തള്ളവിരൽ ആ നടുക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുക. എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തു വെച്ച് ചെയ്യാനല്ല, നമ്മൾ തറയിൽ വെച്ച് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്ത് ഇങ്ങനെ വെച്ച് അമർത്തുക. ക്ലിയർ? പൊസിഷൻ ക്ലിയർ? ഓക്കെ. സോ 2 തമ്പ്. അപ്പോൾ 3 വ്യത്യാസം ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ അഡൽട്ടായി, ചൈൽഡായി, ഇൻഫൻ്റായി. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, പ്രഗ്നൻസിയും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ഗർഭിണിയാണെങ്കിൽ, ഇപ്പോൾ ഗർഭിണിയാണെങ്കിൽ
ഇവിടെ അമ്മമാർ ഒത്തിരി പേരുണ്ട്, കുട്ടികളുള്ളവരൊക്കെ ഉണ്ട്. നമ്മൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അല്ലെ അമ്മമാർ ഈ മൂന്ന് അടുത്ത 3 അങ്ങനെയല്ലേ പോകുന്നത്, ഓരോ ട്രൈമസ്റ്റർ. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ അമ്മമാരിരിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ പണ്ടെപ്പോഴെങ്കിലും ഡോക്ടർമാർ അഡ്വൈസ് ചെയ്ത് ഒരു 6 മാസം കഴിയുമ്പോൾ എന്തെങ്കിലും പ്രത്യേക അഡ്വൈസ് നന്നായിട്ട് ഓർക്കുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്. ഇടത്തോട്ട് ചരിഞ്ഞ് കിടക്കാൻ പറഞ്ഞിരുന്നു, രാത്രി കൂടുതൽ സമയം കിടക്കും. എന്തിനോ കിടക്കാൻ പറഞ്ഞ് കിടന്നു അല്ലേ. സോ നമ്മൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ പ്രഷർ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് നിവർന്ന് കിടന്നാൽ. കാരണം നമ്മളിങ്ങനെ നിവർന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ഹൃദയത്തിൽ നിറയുന്ന രക്തം പോകുന്ന രക്തക്കുഴൽ ഇതിനടിയിൽ കൂടെ പോകണം, നമ്മൾ ഗർഭപാത്രത്തിനടിയിൽ കൂടെ. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മൾ നേരെ കിടക്കുകയാണെങ്കിൽ കുറേ നേരം ആ രക്തക്കുഴൽ അമർന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയത്തിന് ആ നിറയുന്ന രക്തം കുറയും. അതുപോലെ നിറയുന്ന രക്തം കുറഞ്ഞാൽ പുറത്തു പോകണ രക്തം കുറയോ കൂടുമോ? കുറയും. അപ്പോൾ അമ്മയ്ക്ക് എന്ത് സംഭവിക്കും? അമ്മയുടെ ഹാർട്ട് പമ്പിങ് കുറയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് പ്രഷർ ഡ്രോപ്പ് ആവുന്നു. അമ്മയുടെ പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കുഞ്ഞിന് കിട്ടുന്ന രക്തോട്ടം കുറയുന്നു. അങ്ങനെ കുഞ്ഞിന് അപകടം സംഭവിക്കും. അപ്പോൾ കിടന്ന ഉടനെ അല്ലെങ്കിൽ കൂടുതൽ സമയം ഒരേ രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത് കുഞ്ഞിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അമ്മയുടെ പ്രഷർ കുറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടത്തോട് ചരിഞ്ഞ് കിടക്കാൻ പറഞ്ഞത്. കിടന്നവരൊക്കെ മനസ്സിലായോ? ഇനി കിടക്കുമ്പോഴും ഇതാണെന്ന് മനസ്സിലാക്കിയ. ഗർഭിണികൾക്ക് മാത്രമല്ല, ചുമ്മാ കയറി കിടക്കണമെന്നല്ല പറഞ്ഞു, ഒൺലി ഫോർ 6 മാസം കഴിഞ്ഞ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പൂർണ്ണ ഗർഭിണിയായ വ്യക്തിയാണ് ഹൃദയസ്തംഭനം സംഭവിച്ചെങ്കിൽ നമ്മൾ നെഞ്ചമർത്തുമ്പോൾ ബ്ലഡ് പമ്പ് ചെയ്ത് വെളിയിൽ പോകുന്നു അല്ലേ. കൈ റിലീസ് ചെയ്യണ സമയത്ത് എന്താണ്? ബ്ലഡ് ഫില്ലാവുന്നു. അപ്പോൾ ഈ ഫില്ല് ചെയ്യാൻ ഇവിടെ അടഞ്ഞിരിക്കുകയാണ്, എന്ത് സംഭവിക്കും? പമ്പിങ് ശരിയാവുമോ? ഇല്ല. അപ്പോൾ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ, മാനുവൽ യൂട്രൈൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വയറിനെ നമ്മൾ ഇടത്തോട്ട് തള്ളിപ്പിടിക്കുക. രണ്ടാമത് നിൽക്കുന്ന ആളുടെ ജോലി എന്ത് ചെയ്യണം? വയറിനെ ജസ്റ്റ് ഒന്നുകിൽ ഈ സ്ഥലത്താണ് നിൽക്കണമെങ്കിൽ പുഷ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്, മനസ്സിലായി, ഇങ്ങോട്ട് തള്ളിപ്പിടിക്കുക. അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ പുള്ള് ചെയ്യുക. നമ്മളിപ്പോൾ സെക്കൻഡ് റെസ്ക്യൂറാണ്, വയറിനെ ഇങ്ങോട്ട് പുള്ള് ചെയ്ത് പിടിക്കുക ഇടത്തോട്ട്. മനസ്സിലായോ? ബാക്കിയൊക്കെ സെയിം. ഈ വ്യത്യാസം ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിപ്പോൾ അഡൾട്ടായി, ചൈൽഡായി, ഇൻഫൻ്റായി, ഗർഭിണിയായി. അപ്പോൾ ഇത് ഇത്രയും നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്ക് പറഞ്ഞുതരാം. ഒരാൾ ചോദിച്ചു, എപ്പോഴൊക്കെയാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കാൻ പാടാത്ത കണ്ടീഷൻ? ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? നമ്മുടെ മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കുഴഞ്ഞു വീണ് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് കൊടുക്കേണ്ടതാണ് ഈ കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് അഥവാ നെഞ്ചമർത്തൽ മാത്രമായ ജീവരക്ഷാ പ്രവർത്തനം, ഷോർട്ട് ഫോം ആയിട്ട് കോൾസ് എന്ന് പറയും. അത് നിങ്ങൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കുഴഞ്ഞ് ഇപ്പോൾ വീണിട്ടേ ഉള്ളൂ പറഞ്ഞാൽ കൊടുക്കേണ്ടതാണ്. അല്ലാതെ വഴി കൂടെ പോകുമ്പോൾ ഒരാൾ കിടക്കേണ്ട മരിച്ചു കിടക്കണാക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഒന്നത്. അപ്പോൾ കൊടുക്കേണ്ടാത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ചെയ്യേണ്ട കണ്ടീഷൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരാൾ കുഴഞ്ഞു വീണ് കണ്ടാൽ, അല്ലെങ്കിൽ കുഴഞ്ഞു വീണിട്ട് അധിക സമയമായിട്ടില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ വേറെ എന്താണ്, സ്ഥലം സുരക്ഷിതമല്ലെങ്കിൽ സ്ഥലം സുരക്ഷിതമാക്കിയ ശേഷം മാത്രമേ നമ്മൾ ജീവരക്ഷാ പ്രവർത്തനം ചെയ്യാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തെ കുറേ നേരം നമ്മൾ കാൾ ഫോർ ഹെൽപ്പൊക്കെ കൊടുത്തു, ആരും വന്നില്ല, നമ്മൾ വല്ലാതെ ക്ഷീണിച്ചു പോയി, ഇനി നമ്മൾ തട്ടിപ്പോകുന്നുള്ള ആ സ്ഥിതിയിലായി നമുക്ക് അവിടെ നിർത്താം, നമ്മുടെ കാര്യം നോക്കിയിട്ടേ ചെയ്യേണ്ടതുള്ളൂ, നമ്മൾ കൂടി ഒരാൾ കൂടി വരേണ്ടതില്ല. പിന്നെ അതേപോലെ ഒരു തീ കത്തണ സ്ഥലമാണ്, അവിടുന്ന് മാറ്റാനൊന്നും പറ്റിയില്ല, അവിടെ വെച്ച് കൊടുക്കുകയാണ്, തീ ഇങ്ങോട്ട് അടുത്തേക്ക് വരികയാണ്, ഇനി നമ്മൾ കത്തിപ്പോകുന്നുള്ള സ്ഥലത്താണെങ്കിൽ അപ്പം നിർത്താം. ഇങ്ങനെ 3-4 കണ്ടീഷനിൽ ചെയ്യേണ്ടാത്ത കണ്ടീഷനുള്ളൂ. അതായത് നിങ്ങളുടെ മുമ്പിൽ വെച്ച ഒരാൾ വീണ് കണ്ടാൽ, അല്ലെങ്കിൽ വീണിട്ട് അധിക സമയമായില്ലെങ്കിൽ കൊടുക്കണം, മരിച്ചു കിടക്കുന്നതാക്കി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഉടൻ തന്നെ ചെയ്യേണ്ട ജീവരക്ഷാ പ്രവർത്തനമാണിത്. വേറെ സംശയം അതല്ലേ ചോദിച്ചത്? മതി. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. ഒരു ചോദ്യം ചോദിച്ചു തരാം. സ്കൂളിൽ അസംബ്ലി നിൽക്കുന്ന ഒരു കുട്ടി തലച്ചുറ്റി വീണു. അപ്പോൾ അവരെ പിടിച്ചത് CPR ചെയ്യരുത്. അത് വാസോവാഗൽ സിങ്കോപ്പി എന്ന് പറഞ്ഞൊരു സാധനമാണ്. തലച്ചോറിലേക്ക് നൈമിഷികമായിട്ടുള്ള രക്തോട്ടം കുറവ് വന്നപ്പോൾ നമ്മുടെ ശരീരം തന്നെ നാച്ചുറലായിട്ട് പ്രതികരിക്കുന്നതാണ്, നമ്മളെ കിടത്തുക എന്നുള്ളതാണ്. നമ്മളെന്താ ചെയ്യുന്നത്? പിടിച്ച് പൊക്കിയിരുത്തും, നേരെ കിടത്തും. അങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും പൊക്കിയിരുത്തരുത്, അവരെ കിടത്തുക തന്നെ ചെയ്യണം. കാല് പൊക്കി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സർക്കുലേഷൻ നോർമൽ ആകുമ്പോൾ ശരിയാവും. അവരെ ഒന്ന് പിടിച്ച് CPR ചെയ്ത് കളയരുത്. നേരത്തെ പറഞ്ഞ എല്ലാം ഫോളോ അപ്പ് ചെയ്യണം. അതുപോലെ കുട്ടികൾ വീണ് കഴിഞ്ഞാൽ എണീപ്പിച്ചിരുത്തല്ല ചെയ്യേണ്ട, സ്വസ്ഥമായിട്ട് എവിടെങ്കിലും തറയെങ്കിൽ തറ, വീടെങ്കിൽ വീട്, എവിടെയാണെന്ന് വെച്ചാൽ കിടത്തുക, കാല് പൊക്കി പിടിക്കുമ്പോൾ അതങ്ങ് ശരിയാകും ചെയ്യും. പരിപാടി ഇപ്പോൾ ആക്സിഡൻ്റ് ആയാലും എല്ലാവരും ചോദിക്കും, ഇപ്പോൾ ഏതൊരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ, ഇപ്പോൾ ഒരു നെഞ്ചുവേദന വന്നാലോ, വല്ലാത്തൊരു പെയിൻ അല്ലാതെ വന്നാലോ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ആദ്യം തോന്നുന്നത് വെള്ളം കുടിക്കാനാണ്. അപ്പോൾ ഈ ദാഹം മാറ്റാൻ വേണ്ടി വെള്ളം കൊടുക്കുന്നതിന് നമ്മൾ ആ വ്യക്തിക്ക് ദോഷം കൊടുക്കുകയാണെന്ന് മനസ്സിലാവണം.
കാരണം ഈ സ്ട്രെസ് സിറ്റുവേഷൻ വരുമ്പോൾ ഏത് സമയം അവന് വൊമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വയറിനളച്ച് വെള്ളവും ബിരിയാണിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇതെല്ലാം കൂടെ റീറിച്ചിറ്റേറ്റ് ചെയ്ത് ശ്വാസനാളത്തിൽ പോയി അപകടം ഉണ്ടാകാം. ആസ്പിറേഷൻ, മനസ്സിലായോ? പിന്നെ അതേപോലെ നിങ്ങളിപ്പം ഒരു വ്യക്തി ആക്സിഡൻറ്റ് പറ്റി പൊട്ടലെല്ലാം പറ്റിയ ആളെ ആശുപത്രി കൊണ്ടുപോയി ചിലപ്പോൾ ഉടനെ തന്നെ സർജറി ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഒരു ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തലേ ദിവസമേ പറയും അല്ലേ, രാത്രി ഇത്ര സമയം കഴിഞ്ഞ് വെള്ളം പോലും കൊടുക്കരുത് രാവിലെ ഓപ്പറേഷന്. കാരണം എന്താണ്, നമ്മൾ അനസ്തേഷ്യ മയക്കാനുള്ള മരുന്ന് കൊടുക്കുമ്പോഴും അവിടെ റിസ്ക് ഉണ്ടാവും ആസ്പിറേഷൻ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം കൊടുക്കുക. ഇനി അഥവാ നമ്മൾ ദാഹം കാണിക്കുന്നുണ്ടെങ്കിൽ മുഖമൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് തുടയ്ക്കാം, ചുണ്ടൊക്കെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുക. അതല്ലാതെ അങ്ങ് വെള്ളം കൊടുക്കുന്ന രീതി ഒരു കാരണവശാലും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം വെള്ളം കൊടുക്കുന്ന കാര്യം. അതുപോലെ ഇപ്പോൾ പറഞ്ഞ വാസോയിൽ നേരത്തിനോട് ചോദിച്ചു തന്നെ മറുപടി ഇതാണ്. നമ്മൾ കാൽ രണ്ടും ഉയർത്തി പിടിക്കുക, ബ്ലഡ് സപ്ലൈ ബ്രെയിനിൽ കയറുന്നു. പിന്നെ ഉയർത്തി പിടിച്ചുകൊണ്ട് മണിക്കൂറുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യരുത്. താൽക്കാലികം വിത്തിൻ സെക്കൻഡ് മിന്നാതെ റിക്കവറി ആയില്ലെങ്കിൽ ഓർത്തോണം അവന് സാരമായ എന്തോ പ്രശ്നം ഉണ്ട്, എത്രയും വേഗം ആശുപത്രി എത്തിക്കണം. ഇനി അഥവാ കാല് പൊക്കിയതിന് ശേഷവും ബോധം വന്നാലും നമ്മൾ ചെയ്യണം, ആശുപത്രി കൊണ്ടുപോയി ചെക്ക് ചെയ്തിരിക്കണം. കാരണം അത് നിസ്സാരമായിട്ട് എടുക്കരുത്. കാരണം അത് ഉറപ്പുവരുത്തണം അത് വേറൊരു പ്രശ്നവുമല്ല, വെറും വാസോവാഗൽ ഈ പറഞ്ഞ പോലെ താൽക്കാലികമായ ഒരു പ്രഷർ ഡ്രോപ്പിൻ്റെതാണെന്ന് ഉറപ്പ്. കാരണം ഹൃദയ സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. പിന്നെ തലച്ചോറ് സംബന്ധമായ പ്രശ്നം, ഇപ്പോൾ ഫിറ്റ്സ് പോലെ ചിലർക്ക് അങ്ങനെ ഉണ്ടാകാം. ചിലർക്ക് എല്ലാ ഫിറ്റ്സിനും ഈ വെട്ടൽ വരണമെന്നില്ല, ചുമ്മാ ഇങ്ങനെ മയങ്ങി കിടക്കുന്ന കണ്ടീഷൻ ഫിറ്റ്സും ഉണ്ട്. ചിലത് വെറും സ്റ്റെയർ ലുക്ക്, വെറുതെ നോക്കി. ഇപ്പോൾ എന്നെ നോക്കുന്ന ആൾക്കാർ ആർക്കൊക്കെ ജന്യുണ്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല, മനസ്സിലായോ? ഇപ്പോൾ എല്ലാവരും ബോധമുണ്ട്, ഞാൻ ഇവിടെ നിർത്തി നോക്കിയാണെന്നു. സോ ഇങ്ങനെ പല കാര്യങ്ങൾ. ഇപ്പോൾ സ്കൂൾ പിള്ളേർ ചിലപ്പം പറയും, ടീച്ചേഴ്സ് പറയുന്ന കംപ്ലയിൻ്റ് ആണ്, അവൻ അറ്റൻഷൻ ഇല്ല. ചിലപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ ആൻസർ പറയില്ല. അത് അവൻ്റെ ചിലപ്പോൾ സീഷറിൻ്റെ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും അൺയൂഷ്വലായി കണ്ടോ നിങ്ങൾ അവിടെ വെച്ച് താൽക്കാലിക പ്രവൃത്തി ഇങ്ങനെ ചെയ്താലും ഹോസ്പിറ്റലിൽ നിർബന്ധമായി എത്തിച്ചിരിക്കണം. ഓക്കെ, ഒരു തെറ്റിദ്ധാരണ ഇടയിലുണ്ട്, ഹൃദയസ്തംഭനവും ഹൃദയാഘാതവും ഒന്നല്ല എന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്, ഹൃദയസ്തംഭനത്തിൽ എന്തുകൊണ്ടാണ് ഈ ഹൃദയസ്തംഭനം വരുന്നത്? ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് 2 ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്നൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം, നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, എസ്എനോടെ എവിനോടെ കണ്ടക്റ്റിംഗ് സിസ്റ്റം. അതിന് തകരാറ് പറ്റിയാലാണ് ഹൃദയസ്തംഭനം, കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് ഹാർട്ടിൽ ബ്ലഡ് ഉണ്ട്, ബ്ലഡിൽ ഓക്സിജനും ഉണ്ട്. ഇല്ലാത്ത എന്തേ ഉള്ളൂ, പമ്പിങ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണ്, പമ്പിങ് ആക്ഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതൊരു 5-8 മിനിറ്റ് നേരം ഇതേപോലെ ചെയ്താൽ പമ്പിങ് ഹാർട്ടിൽ ബ്രെയിനിലേക്കും മറ്റു ഭാഗത്തേക്കും ഒക്കെ സർക്കുലേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഹാർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ്, ഹാർട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്, ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്നുണ്ട്. ഈ യൂട്രസിലെ ഗർഭത്തിൽ 6 ആഴ്ച തൊട്ട് പ്രവർത്തനം തുടങ്ങിയാണ്. ഇരട്ട തടവില്ല. അതിൻ്റെ ഒരു 3 മിനിറ്റ് പ്രവർത്തിക്കാതെയായ ആൾ അബോധാവസ്ഥയിൽ വരും. പിന്നെ ഒരു 10 മിനിറ്റ് ആയാലോ പിന്നെ നേരെയാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ തകരാറ് പറ്റിയാലാണ് ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക് അറസ്റ്റ് പറയുന്നത്. ഇനി വേറൊന്നുണ്ട്, ഹാർട്ടിന് പ്രവർത്തിക്കാൻ എന്ത് വേണം, രക്തക്കൊഴൽ വേണം. അതിന് കൊടുക്കുന്ന രക്തക്കൊഴലുകളാണ് കൊറോണറി ധമനികൾ. നമ്മുടെ കാർഡിയോളജിസ്റ്റ് സാർ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിലെന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ അല്ലെങ്കിൽ ചുങ്ങൽ വന്നാൽ ചിലപ്പോൾ ഇങ്ങനെ വരാം. അപ്പോൾ നമുക്ക് എന്താ വരിക, നെഞ്ച് വേദനയാണ് വരിക. നെഞ്ച് വേദന വന്നിട്ടുണ്ട്, അപ്പോൾ പ്രഷർ കുറയുക, അങ്ങനെ കുഴഞ്ഞു വീഴാന്ന്. ആ സമയത്ത് നമ്മൾ കഴിയുന്നതും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക വേണ്ടത്. ഇത് ഈ ഹൃദയസ്തംഭനം, അതിന് ഹൃദയാഘാതം എന്ന് പറയുക, നമ്മുടെ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് അതാണ്. അപ്പോൾ ഹൃദയസ്തംഭനവും ഹൃദയാഘാതവും ഒന്നല്ല. ഹൃദയസ്തംഭനത്തിൽ റിതം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്തത്. അതിനാണ് നമ്മൾ ഈ കംപ്രഷൻ കൊടുക്കുന്നത്. അത് എക്സ്റ്റേണൽ കാർഡിയാക് കംപ്രഷൻ, നെഞ്ചിൻ്റെ പുറത്തുള്ള കംപ്രഷൻ, അതാണ് ഇത് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഹൃദയാഘാതത്തിൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡൊക്കെ പിന്നെ പഠിക്കും. നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ഉപകരണവും ഇല്ലാതെ ഒരു സ്ഥലത്ത് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ്. ഇത് ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഹാർട്ടും ആ ബ്ലഡ് ഇല്ലാതെ വരും. അപ്പോൾ നമുക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കേണ്ടി വരും. അത് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ 30 വരണം എന്താ ചോദിച്ചു ഒരാൾ. അപ്പോൾ അതിനാണ് 30 കഴിഞ്ഞാൽ 2 തവണ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുകയൊക്കെ വേണ്ടി വരിക. അതിപ്പോൾ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്, തുടർച്ചയായിട്ട് 30 കഴിഞ്ഞാൽ സെക്കൻഡ് സൈക്കിൾ എന്നിട്ട് കംപ്രഷൻ കൊടുത്താൽ മതി. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങനെ ചെയ്താൽ മതി. ആ സംശയം തീർന്നിട്ടാവും വിചാരിക്കുന്നു. താങ്ക് യു. എൻ്റെ അടുത്ത് 2 സംശയം ചോദിച്ചായിരുന്നു. ഒന്ന്, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത വ്യക്തിക്ക് CPR കൊടുക്കാമോ? ഉറപ്പായിട്ടും കൊടുക്കാം അല്ലേ? ആൻജിയോപ്ലാസ്റ്റി ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൻ്റെ രക്തഓട്ടം തടസ്സപ്പെട്ടതിനെ നമ്മളെ തടസ്സം നീക്കിയിട്ടേ ഉള്ളൂ അല്ലേ? അത് ഹൃദയസ്തംഭനം വന്നുകൂടാന്നില്ല. അത് കഴിഞ്ഞ് ഹൃദയസ്തംഭനം വരാം. ഹൃദയസ്തംഭനം വന്നു കഴിഞ്ഞാൽ CPR തന്നെയാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നതിന് ഒരു വ്യത്യാസവുമില്ല. സാധാരണ ഒരാൾക്ക് CPR കൊടുക്കും പോലെ തന്നെ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കുകയും വേണം. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്, പേസ് മേക്കർ വെച്ച ഒരാൾക്ക് CPR കൊടുക്കാമോ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പേസ് മേക്കർ വെച്ച ആൾക്കും വ്യത്യാസമൊന്നുമില്ല. പേസ് മേക്കർ ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. പേസ് മേക്കർ ഇരിക്കുന്ന ഒരു വശത്ത് അല്പം മുകളിൽ ഈ തോളലിൻ്റെ താഴെയാണ് യൂഷ്വലി നമ്മൾ വയ്ക്കുന്നത്. അത് CPR കൊടുക്കുന്നതിന് വ്യത്യാസമില്ല. പക്ഷേ അതേസമയത്ത് AED ഘടിപ്പിക്കുമ്പോൾ, നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടില്ല, AED ഘടിപ്പിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ലീഡ് വയ്ക്കുന്നതിന്
ഈ നമ്മൾ പിന്നെ പേസ് മേക്കറിൻ്റെ പുറത്ത് വയ്ക്കാതെ ശ്രദ്ധിക്കണം. അതല്ലാതെ പ്രത്യേകിച്ച് CPR കൊടുക്കുന്നതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. CPR അതുപോലെ തന്നെ സാധാരണ കൊടുക്കും പോലെ തന്നെ കൊടുക്കാം.